ഈഴവ സമുദായത്തെ സംബന്ധിച്ചിടത്തോളം അവരുടെ വിദ്യാഭ്യാസപരമായ പുരോഗതി അട്ടിമറിക്കപ്പെട്ട ഒരു സാഹചര്യമാണ് നമ്മുടെ സമൂഹത്തിൽ നിലനിന്നിരുന്നത്. ജനറൽ സെക്രട്ടറി അധികാരത്തിൽ വരുമ്പോൾ ഉള്ള കണക്കുകൾ വെച്ച് നോക്കുമ്പോൾ കേരളത്തിൽ തന്നെ ന്യൂനപക്ഷ മതവിഭാഗങ്ങൾ ഈ വിദ്യാഭ്യാസ വകുപ്പ് കൈകാര്യം ചെയ്യുകയും ഒരു സാമൂഹികമായ നീതി അംഗീകരിക്കപ്പെടാത്ത രൂപത്തിൽ തന്നെ വിദ്യാലയങ്ങൾ സ്വന്തം തറവാട്ട് സ്വത്ത് പോലെ എഴുതിയെടുക്കുകയും ചെയ്തപ്പോൾ ആ മേഖലയിൽ നിന്ന് പാടെ മാറ്റി നിർത്തപ്പെട്ടവരായി ഈഴവ സമുദായം മാറിയിരുന്നു. ഇന്ന് കേരളത്തിലെ ന്യൂനപക്ഷമായ ക്രൈസ്തവ സമുദായത്തിന് 200-ലധികം എയ്ഡഡ് കോളേജുകൾ ഉള്ളപ്പോൾ കേരളത്തിലെ മറ്റൊരു ന്യൂനപക്ഷമായ മുസ്ലിം സമുദായത്തിന് 100-ലധികം കോളേജുകൾ ഉള്ളപ്പോൾ ഈഴവ സമുദായത്തിന് SNDP യോഗത്തിന് SN ട്രസ്റ്റിനും കൂടി ആകെയുള്ള കോളേജുകളുടെ എണ്ണം എന്ന് പറയുന്നത് കേവലം 22 മാത്രമാണ്. ജനസംഖ്യയിൽ 1-ാം സ്ഥാനത്ത് നിൽക്കുന്ന ഈഴവ സമുദായത്തിന് വെറും 22 കോളേജുകൾ മാത്രമാണ് ഇന്നുള്ളത്. നമ്മൾ മനസ്സിലാക്കണം, 200-ലധികമാണ് ക്രൈസ്തവ സമുദായത്തിനുള്ളത്, മുസ്ലിം സമുദായത്തിന് 100-ൽ കൂടുതലുമുണ്ട്. ഈ 22 കോളേജുകൾ ഉള്ളത് തന്നെ നമ്മളൊന്ന് പരിശോധിച്ചു കഴിഞ്ഞാൽ ആ 22 കോളേജുകളിൽ 13 കോളേജുകളും മഹാനായ ആർ ശങ്കർ കേരളത്തിന്റെ വിദ്യാഭ്യാസ മന്ത്രിയും മുഖ്യമന്ത്രിയുമായിരുന്നപ്പോൾ എന്റെ സമുദായത്തിന് അർഹതപ്പെട്ടത് ഞാൻ എടുക്കുന്നു എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് നമുക്ക് തന്നതാണ് 13 കോളേജ്. പിന്നീട് 7 കോളേജ് എന്ന് പറയുന്നത് പല സന്ദർഭങ്ങളിലായി UDF ഭരിച്ചപ്പോൾ കിട്ടിയതാണ്. 13, 7, 20. 2 കോളേജുകൾ മാത്രമാണ് 1957 മുതൽ 2015 വരെയുള്ള കാലയളവിൽ ഇടതുപക്ഷം നമുക്ക് തന്ന കോളേജിന്റെ എണ്ണം വെറും 2ആണ്. 22 കോളേജുകളുള്ളതിൽ 20 കോളേജ് നമ്മളൊന്ന് ആലോചിച്ച് നോക്കിക്കുക. UDFന്റെയും ശങ്കർ സാറിന്റെയും ആ മാനസികമായ മഹത്വം കൊണ്ട് നമുക്ക് കിട്ടിയതാണ്. 2 കോളേജാണ് ആകെ കേരള ചരിത്രത്തിൽ ഇടതുപക്ഷം നമുക്ക് തരുന്നത്. അപ്പൊ ഉന്നത വിദ്യാഭ്യാസ മേഖല ഈ ഈഴവ സമുദായത്തെ സംബന്ധിച്ചിടത്തോളം ബാലികേറാമലയായ ഒരു സാഹചര്യം. എയ്ഡഡ് എഞ്ചിനീയറിംഗ് കോളേജ് കേരളത്തിൽ ഇല്ലാത്ത ഏക സമുദായം ഈഴവ സമുദായമാണ്. ക്രിസ്ത്യാനികൾക്ക് 2 എയ്ഡഡ് എഞ്ചിനീയറിംഗ് കോളേജ് കേരളത്തിലുണ്ട്. മുസ്ലിം സമുദായത്തിന് 1 ഉണ്ട്, നായർക്ക് 1 ഉണ്ട്. എയ്ഡഡ് എഞ്ചിനീയറിംഗ് കോളേജ് ഇല്ലാത്ത കേരളത്തിലെ ഏക സമുദായം എന്ന് പറയുന്നത് ജനസംഖ്യയിൽ 1-ാം സ്ഥാനത്ത് നിൽക്കുന്ന ഈഴവ സമുദായമാണ്. അപ്പൊ ഈ വിദ്യാഭ്യാസ മേഖല യഥാർത്ഥത്തിൽ വർഗീയവൽക്കരിക്കപ്പെടുകയായിരുന്നു. ന്യൂനപക്ഷങ്ങൾക്ക് വേണ്ടി മാത്രം ഈ രാജ്യത്ത് പൊതുവിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തുറന്നുകൊടുത്തു. പ്രിൻസിപ്പാൾ മുതൽ പ്യൂൺ വരെയുള്ള ആളുകൾക്ക് ഞാനും നിങ്ങളും അരിയും തുണിയും എണ്ണയും സോപ്പും വാങ്ങുമ്പോൾ കൊടുക്കുന്ന പൊതുഖജനാവിലെ പണം ശമ്പളം ഇനത്തിൽ വാങ്ങാൻ കഴിയുന്ന രൂപത്തിൽ കേരളത്തിന്റെ വിദ്യാഭ്യാസ മേഖല 95% വർഗീയവൽക്കരിച്ചുകൊണ്ട് ന്യൂനപക്ഷ കേന്ദ്രീകൃത സ്ഥാപനങ്ങളായി കേരളത്തിലെ എയ്ഡഡ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ മാറി. ഈ ഒരു പ്രത്യേകമായ പശ്ചാത്തലത്തിലാണ് വിദ്യാഭ്യാസ മേഖലയിൽ നമ്മുടെ കൂട്ടായ്മയിലൂടെ വളർച്ചയുണ്ടാക്കി സമുദായത്തിന് ഗുണകരമായ എന്തെങ്കിലും കാര്യങ്ങളും ചെയ്യാൻ ഇന്നത്തെ SNDP യോഗ നേതൃത്വം ശ്രീ വെള്ളാപ്പള്ളി നടേശൻ അവരുടെ നേതൃത്വത്തിൽ വളരെ ശക്തമായി മുമ്പോട്ട് വരുന്നത്. നമുക്ക് രാഷ്ട്രീയ അധികാരമില്ല, എന്നാൽ പോലും നമ്മുടെ ശക്തമായ കൂട്ടായ്മയിലൂടെ ഈഴവ സമുദായത്തിന്റെ കുട്ടികൾക്ക് വിദ്യാഭ്യാസം കൊടുത്ത് അവരെ ഈ രാജ്യത്തിന്റെ നയപരമായ തീരുമാനങ്ങൾ എടുക്കപ്പെടുന്ന സമിതിയിലേക്ക് വരുത്താനുള്ള ഒരു സ്വപ്നം പൂവണിയിക്കണമെങ്കിൽ നമുക്ക് ഒത്തിരി വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ആവശ്യമാണ്. പക്ഷെ നമുക്കത് എയ്ഡഡ് മേഖലയിൽ എഴുതിത്തരാൻ അധികാര കേന്ദ്രങ്ങളൊന്നും രാഷ്ട്രീയ അധികാര മേഖലകളിലില്ല. ഈ ഒരു പ്രത്യേകമായ പശ്ചാത്തലത്തിൽ പോലും സമുദായത്തിന്റെ സ്നേഹം മുറുകെ പിടിച്ചുകൊണ്ട് നിങ്ങളുടെ കൂട്ടായ്മയും ഐക്യവും ശക്തിയും ഉണ്ടെങ്കിൽ വിദ്യാഭ്യാസ മേഖലകളിൽ അത്ഭുതം കാണിക്കാൻ സാധിക്കുമെന്ന് പ്രഖ്യാപിച്ച ധീരനായ നമ്മുടെ ജനറൽ സെക്രട്ടറിയുടെ ആർജവപൂർണമായ ആ പ്രവർത്തന സമീപനങ്ങൾ കൊണ്ട് ഇന്ന് കേരളത്തിൽ വലിയ ഒരു വിദ്യാഭ്യാസ വിപ്ലവം തന്നെ സൃഷ്ടിക്കാൻ അധികാരമില്ലെങ്കിൽ പോലും ശ്രീ വെള്ളാപ്പള്ളി നടേശൻ അവർ നേതൃത്വം കൊടുത്ത ഈ SNDP യോഗം എന്ന മഹത്തായ സംവിധാനത്തിൽ ഇന്ന് സാധിച്ചിട്ടുണ്ട്. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, ഇന്ന് പണം കൊടുത്താൽ പോലും ഭൂമി വാങ്ങാൻ കിട്ടാത്ത അവസ്ഥയിലാണ് കേരളം. ന്യൂനപക്ഷ മതവിഭാഗങ്ങൾ മാത്രം ഈ രാജ്യത്തിന്റെ റവന്യൂ ഭൂമിയുടെ സിംഹഭാഗവും കൈവശം വെച്ചുകൊണ്ടിരിക്കുന്ന കേരളത്തിൽ
എങ്ങനെയെങ്കിലും പണമുണ്ടാക്കി കൊടുത്താൽ പോലും ഭൂമി കിട്ടാനുള്ള സാഹചര്യം പോലും ഇല്ലാത്ത കേരളത്തിന്റെ വർത്തമാന കാല സാമൂഹ്യ വ്യവസ്ഥിതിയിൽ ഇന്ന് 30ഓളം സ്ഥലങ്ങളിൽ യൂണിയനുകളും വ്യക്തികളും എല്ലാം മുൻകൈയെടുത്ത് വന്ന് ഏതാണ്ട് 30ഓളം ഈ 3 കൊല്ലക്കാലത്തിൻ്റെക്ക് 30ഓളം ആർട്സ് ആൻഡ് സയൻസ് കോളേജുകൾ, പ്രൊഫഷണൽ ആർട്സ് ആൻഡ് സയൻസ് കോളേജുകൾ കേരളത്തിന്റെ നാനാഭാഗങ്ങളിൽ രൂപീകരിക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. ചെറിയ കാര്യമല്ല. നമുക്ക് രാഷ്ട്രീയ അധികാരമില്ല, നമ്മൾ UDF-ലെ ഘടകകക്ഷിയല്ല, നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ ഒരു രാഷ്ട്രീയക്കാരനുമില്ല. എങ്കിൽ പോലും ഒരു ചലഞ്ചായി എൻ്റെ സമുദായത്തിന് വിദ്യാഭ്യാസ പുരോഗതി ഉണ്ടാകണമെങ്കിൽ ഇത്രയും ത്യാഗങ്ങൾ അനുഷ്ഠിച്ചാലേ സാധ്യമാകൂ എന്നുള്ള തിരിച്ചറിവിൽ നിന്നുകൊണ്ട് 30ഓളം സ്വാശ്രയ കോളേജുകൾ ഉണ്ടാക്കാൻ നമുക്ക് സാധിച്ചു. അതുപോലെ തന്നെ ഞാനിവിടെ പറഞ്ഞതുപോലെ നമുക്ക് മാത്രം എയ്ഡഡ് മേഖലയിൽ എഞ്ചിനീയറിംഗ് കോളേജുകളില്ല. ഇന്ന് നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം. കേരളത്തിൽ ഒരു മതശക്തികൾക്കോ രാഷ്ട്രീയ ശക്തികൾക്കോ പോലും സാധിക്കാത്ത രൂപത്തിൽ 14 എഞ്ചിനീയറിംഗ് കോളേജുകൾ കഴിഞ്ഞ 3 വർഷത്തിനകം സ്ഥാപിക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. 14 എഞ്ചിനീയറിംഗ് കോളേജുകൾ. ഇപ്പൊ നമ്മുടെ ജനറൽ സെക്രട്ടറി ഒരു പ്രഖ്യാപനം കൂടി നടത്തിയിട്ടുണ്ട്. നമ്മുടെ സംഘടനയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന സമുദായത്തിലെ പാവപ്പെട്ട കുട്ടികൾക്ക് +2 പരീക്ഷയിൽ എല്ലാ വിഷയങ്ങൾക്കും A+ കിട്ടിയാൽ യൂണിഫോമും ഭക്ഷണവും ഫീസും ഉൾപ്പെടെ എല്ലാം ഫ്രീ ആയി കൊടുത്തുകൊണ്ട് നമ്മുടെ കുട്ടികളെ നമ്മുടെ കോളേജുകളിൽ പഠിപ്പിക്കുമെന്നുള്ള പ്രഖ്യാപനം അത് ഒത്തിരി യൂണിയനുകളും ശാഖകളും എല്ലാം പ്രയോജനപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ 14 എഞ്ചിനീയറിംഗ് കോളേജുകൾ, 100ഓളം CBSE ഇംഗ്ലീഷ് മീഡിയം സ്കൂളുകൾ. വിദ്യാഭ്യാസ മേഖലയിൽ നമുക്കറിയാം 10ാം ക്ലാസ് കഴിഞ്ഞാൽ 10ാം ക്ലാസ് വരെ നമ്മൾ ഈ സ്റ്റേറ്റ് സിലബസിന്റെ ഭാഗമായിട്ട് പോയാലും +1 തുടങ്ങി നമ്മൾ പഠിക്കാൻ തുടങ്ങുമ്പോൾ ഉന്നത വിദ്യാഭ്യാസ മേഖലയിലേക്ക് പോകുമ്പോൾ സെക്കൻഡ് ലാംഗ്വേജ് ഒഴിച്ചുള്ള എല്ലാ വിഷയങ്ങളും പഠിപ്പിക്കുന്നത് ഇംഗ്ലീഷിലാണ്. സെക്കൻഡ് ലാംഗ്വേജ് മാത്രം സംസ്കൃതമായാലും ഹിന്ദി ആയാലും അറബിക് ആയാലും ബാക്കി എല്ലാ വിഷയങ്ങളും നമ്മൾ സയൻസ് എടുത്താലും ഹ്യൂമാനിറ്റീസ് എടുത്താലും കൊമേഴ്സ് ഐച്ഛികമായിട്ട് എടുത്താലും സെക്കൻഡ് ലാംഗ്വേജ് അല്ലാത്ത എല്ലാ വിഷയങ്ങളും പഠിപ്പിക്കുന്നത് ഇംഗ്ലീഷിലാണ്. പലപ്പോഴും മലയാളം മീഡിയം സ്റ്റേറ്റ് സിലബസിൽ നിന്ന് വരുന്ന കുട്ടികൾക്ക് ഈ CBSE സ്കൂളിൽ നിന്ന് വരുന്ന കുട്ടികളുമായിട്ട് ബുദ്ധിപരമായിട്ട് ഏറ്റുമുട്ടാൻ കഴിയാത്ത സാഹചര്യം പലയിടത്തുണ്ട്. കാരണം ഒരേ സിലബസാണ് +1 +2 പഠിക്കേണ്ടത്. ഇംഗ്ലീഷ് മീഡിയത്തിൽ നിന്ന് വന്നവനും മലയാളം മീഡിയത്തിൽ നിന്ന് വന്നവനും പലപ്പോഴും നമ്മുടെ കുട്ടികൾ പരാജയപ്പെടുന്ന സാഹചര്യം. ഈ സാഹചര്യത്തെ അതിജീവിക്കാൻ 100ഓളം CBSE ഇംഗ്ലീഷ് മീഡിയം സ്കൂളുകൾ കേരളത്തിന്റെ നാനാഭാഗങ്ങളിൽ സ്ഥാപിക്കാൻ ഈ 3-4 കൊല്ലത്തിനകം ആരാധ്യനായ നമ്മുടെ ജനറൽ സെക്രട്ടറിയുടെ നേതൃത്വത്തിലുള്ള ഈ ടീമിന് സാധിച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞത് വിദ്യാഭ്യാസ മേഖലയിൽ അത്ഭുതങ്ങളാണ് നമ്മുടെ കൂട്ടായ്മയിലൂടെ. നമുക്ക് മാത്രം ഇപ്പൊ ഏതെങ്കിലും UDF-കാരൻ അവൻ തന്ന ആനുകൂല്യമാണ് ഔദാര്യാണെന്ന് പറയുകയല്ല. ഇതൊന്നും എയ്ഡഡ് അല്ല. ഇത് നമുക്ക് സ്കൂളും കോളേജും നടത്താനുള്ള നോ ഒബ്ജക്ഷൻ സർട്ടിഫിക്കറ്റ് NOC തരുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഭൂമി നമ്മൾ വാങ്ങണം, കെട്ടിടം നമ്മൾ പണിയണം. ഒരു ഗ്രാൻഡും ഇതെല്ലാം ക്രിസ്ത്യാനിക്കും മുസ്ലിമിനും അതൊക്കെ കൊടുക്കുകയുള്ളൂ. അധ്യാപകരെ നമ്മൾ അഭിയക്കണം, കുട്ടികളെ നമ്മൾ കണ്ടെത്തണം, പഠിപ്പിക്കണം, അധ്യാപകന് ഫീസ് മാനേജ്മെന്റ് കൊടുക്കണം. 1 രൂപ പോലും ഗ്രാൻഡില്ല സർക്കാരിൽ നിന്ന്. എന്നാൽ പോലും സമുദായത്തിന്റെ വിദ്യാഭ്യാസപരമായ പിന്നോക്കാവസ്ഥയ്ക്ക് പരിഹാരമുണ്ടാക്കാൻ ഇത് മാത്രമേ കഴിയൂ എന്നുള്ള തിരിച്ചറിവാണ് ഇത്രയും അത്ഭുതപൂർണമായ ഒരു മുന്നേറ്റം വിദ്യാഭ്യാസ മേഖലയിൽ കഴിഞ്ഞ കുറെ വർഷങ്ങളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ SNDP യോഗത്തിന്റെ ആരാധ്യനായ ജനറൽ സെക്രട്ടറിയെ പ്രേരിപ്പിക്കുന്ന വാസ്തവം. അതുപോലെ തന്നെ നമ്മൾ പറഞ്ഞതുപോലെ സാമ്പത്തികമായ നീതി ലഭ്യമാകുന്നതിന് വേണ്ടിയുള്ള പ്രക്രിയയോടൊപ്പം വിദ്യാഭ്യാസപരമായ മുന്നേറ്റം ഉറപ്പുവരുത്താൻ നടത്തുന്ന പ്രഖ്യാപനത്തോടൊപ്പം ഏറ്റവും പരമപ്രധാനമായ മറ്റൊരു കാര്യമാണ് ജനാധിപത്യത്തിൽ രാഷ്ട്രീയ നീതി എന്നുള്ളത്. ആ രാഷ്ട്രീയ നീതിയുടെ മേഖലയിൽ ഏറ്റവും കൂടുതൽ പിന്തള്ളപ്പെട്ടത് ഇന്ന് കേരളത്തിലെ ഈഴവ സമുദായമാണ്. നമുക്ക് ഞാൻ ഇതിനു മുമ്പ് പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്. മഹാനായ R. ശങ്കർ കേരളത്തിന്റെ വിദ്യാഭ്യാസ മന്ത്രിയും മുഖ്യമന്ത്രിയുമായിരുന്ന 1964 കാലഘട്ടങ്ങളിൽ പോലും 140 MLA-മാരുള്ള ജനാധിപത്യത്തിന്റെ ശ്രീകോവിൽ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന കേരള നിയമനിർമ്മാണ സഭയിൽ 34 MLA-മാർ ഈഴവ സമുദായത്തിൽപ്പെട്ടവരുണ്ടായിരുന്നു. LDF-ലും UDF-ലും കൂടി. ഇന്ന് ആ സ്ഥാനത്ത് വളരെ മോശമാണ്. ഞാൻ പറഞ്ഞത് SNDP യോഗത്തിന് ആരാധ്യനായ ജനറൽ സെക്രട്ടറിയുടെ പ്രവർത്തനങ്ങളിലൂടെ വിദ്യാഭ്യാസ മേഖലയിൽ വലിയ വിപ്ലവം നടത്താൻ സാധിച്ചിട്ടുണ്ട്. സാമ്പത്തിക മേഖലയിൽ അത്ഭുതകരമായ മുന്നേറ്റം ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചിട്ടുണ്ട്. പക്ഷേ രാഷ്ട്രീയ മേഖലകളിൽ നമ്മുടെ ആളുകൾക്ക് രാഷ്ട്രീയ പ്രബുദ്ധതയില്ലാതെ എന്ത് ചെയ്യാനൊക്കും? നമുക്ക് ഭൂരിപക്ഷമുള്ള മേഖലകളിൽ പോലും ഈ രാജ്യത്തെ ന്യൂനപക്ഷങ്ങളെയും സവർണനെയും സ്ഥാനാർത്ഥിയാക്കി നിർത്തിക്കൊണ്ട്
മതേതരത്വം പഠിപ്പിച്ചു വെച്ചിരിക്കുന്ന കുറെ പാവപ്പെട്ട ആളുകളുടെ വോട്ടും കൂടി വാങ്ങി ഭരണം നിലനിർത്തുന്നതിന് വേണ്ടിയുള്ള അടവ് നയമായി ഈ രാജ്യത്ത് ഈഴവന്റെ വോട്ടുകളെ വിനിയോഗിക്കുന്ന സാഹചര്യമാണ് ഇന്നലകളിൽ വരെ കേരളത്തിൽ നിലവിൽ നിന്നത്. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, ഇന്ന് 10% താഴെ മാത്രമേ കേരളത്തിൽ പട്ടികജാതി പട്ടികവർഗക്കാരുള്ളൂ. സംവരണ മണ്ഡലം 140 അസംബ്ലി മണ്ഡലങ്ങളുള്ള കേരളത്തിൽ 14 സംവരണ മണ്ഡലങ്ങൾ ഉള്ളത് കൊണ്ട് 14 MLA പട്ടികജാതിക്കാർ ഇന്നുണ്ട്. 31%-ലധികമുള്ള കേരളത്തിലെ ജനസംഖ്യയിൽ 1-ാം സ്ഥാനത്ത് നിൽക്കുന്ന ഈഴവ സമുദായത്തിൽ നിന്നും 14 MLA ഇന്ന് കേരള നിയമസഭയിലുള്ളൂ. UDF-ൽ 3, LDF-ൽ 11. LDF-ലൊക്കെ പകുതിയിലധികം ഈഴവർ MLA ഉണ്ടാകേണ്ടതാ. കാരണം അതിന്റെ മുഴുവൻ പ്രവർത്തകരും അണികളും ഈഴവരാ. 68 പേര് LDF MLA ഉള്ളതിൽ 11 പേരാണ് ഈഴവ സമുദായ അംഗങ്ങളുള്ളത്. UDF-ൽ വെറും 3. ഇപ്പൊ ഇവിടെ ചില ആളുകൾ പറയും ഞങ്ങൾ മതപരമായിട്ട് ഒരു കാര്യങ്ങൾ ചെയ്യണില്ല, ഞങ്ങൾക്ക് കൂടുതൽ എന്ത് കിട്ടി എന്ന് വെള്ളാപ്പള്ളി പറയൂ എന്നൊക്കെ ചോദിക്കുന്ന ചില മേലാളന്മാരുടെ പ്രസ്താവനകൾ മാധ്യമങ്ങളിലൂടെ നമ്മൾ കാണുന്നുണ്ട്. നിങ്ങൾ മനസ്സിലാക്കണം, UDF-ൽ മാത്രം 30ഓളം MLA മുസ്ലിം സമുദായത്തിൽപ്പെട്ടവരുണ്ട്. നമ്മളെക്കാൾ ജനസംഖ്യയിൽ 6% കുറവുള്ള മുസ്ലിം സമുദായത്തിൽ നിന്ന് UDF-ൽ മാത്രം 30ഓളം മണ്ഡലമായ കഴക്കൂട്ടത്തെ വാഹീദും ഉൾപ്പെടെ 30ഓളം MLA മുസ്ലിങ്ങൾ തന്നെ UDF-ലുണ്ട്. ആ സ്ഥാനത്ത് വെറും 3 എണ്ണാണ് ഈഴവനുള്ളത്. ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. ജനാധിപത്യം മതാധിപത്യത്തിന് വഴിമാറി എന്നുള്ള ജനറൽ സെക്രട്ടറിയുടെ പ്രഖ്യാപനം 100 അല്ല 101% ശരിവെക്കുന്നതാണ് വർത്തമാനകാലത്ത് കണ്ടുവരുന്ന ഈ യാഥാർത്ഥ്യങ്ങൾ. ഈ യാഥാർത്ഥ്യങ്ങൾ നമ്മൾ മനസ്സിലാക്കാൻ പാഴൂർ പടിക്കൽ പോകേണ്ട കാര്യമില്ല. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിക്കേ. ആലപ്പുഴ ജില്ലയിൽ 60% ഈഴവരുണ്ട്, മറ്റെല്ലാവരും കൂടി 40% ഉള്ളൂ. മലപ്പുറം ജില്ലയിൽ 60% മുസ്ലിങ്ങളുണ്ട്, ബാക്കി എല്ലാവരും കൂടി 40%. ആ 60% മുസ്ലിങ്ങളുള്ള മലപ്പുറം ജില്ലയിൽ 16 അസംബ്ലി മണ്ഡലങ്ങൾ ഉള്ളതിൽ ഒരേ ഒരു മണ്ഡലം മാത്രമാണ് മുസ്ലിം അല്ലാത്ത ആളുള്ളത്. ബാക്കി 15 MLA മുസ്ലിങ്ങളാണ്. 60% മലപ്പുറത്തേ ഉള്ളൂ മുസ്ലിങ്ങൾ, ബാക്കി ഹിന്ദുക്കളും എല്ലാവരും കൂടിയുണ്ട്. 16 MLA, 2 MP മഞ്ചേരിയും പൊന്നാനിയും, 2 മുസ്ലിങ്ങളാണ്. 16 MLA മലപ്പുറം ജില്ലയിൽ 60% മുസ്ലിങ്ങൾ ഉള്ളത് കൊണ്ട് 16-ൽ 15 പേര് മുസ്ലിങ്ങളാണ്. മറിച്ച് നമ്മൾ 60% ഈഴവരുള്ള ആലപ്പുഴ ജില്ലയുടെ അവസ്ഥ എന്താ? ഇവിടുത്തെ MP നായരാണ്. ഈഴവന് മൃഗീയമായ ഭൂരിപക്ഷമുള്ള എല്ലാ അസംബ്ലി മണ്ഡലങ്ങളിലെയും MLA ഈഴവരല്ലാത്തവരാണ്. 70% ഈഴവരുള്ള മണ്ഡലമാണ് അരൂര്. അവിടുത്തെ MLA ആരിഫാണ്. പഴയ മാരാരിക്കുളമാണ് ഇപ്പോഴത്തെ ആലപ്പുഴ. 68% ഈഴവരുള്ള ഇവിടുത്തെ MLA തോമസ് ഐസക്കാണ്. കൈനകരി കുട്ടനാടിന്റെ ഭാഗമായപ്പോ ഈഴവ ഭൂരിപക്ഷമുള്ള മണ്ഡലമാണ് കുട്ടനാട്. അവിടെ തോമസ് ചാണ്ടിയാണ്. ഏതാണ്ട് 70% ഈഴവരുള്ള മണ്ഡലമാണ് അമ്പലപ്പുഴ. അത് G സുധാകരൻ നായരാണ്. 69% ഈഴവരുള്ള മണ്ഡലമാണ് ഹരിപ്പാട്. പണ്ട് SNDP യോഗത്തിന്റെ ഡയറക്ട് ബോർഡ് മെമ്പറായിരുന്ന KK ശ്രീനിവാസൻ ജയിച്ചുകൊണ്ടിരുന്ന ഹരിപ്പാട്. ഇത് രമേശ് ചെന്നിത്തല നായരാണ്. 40% ഈഴവനുള്ള മണ്ഡലമാണ് ചെങ്ങന്നൂര്. അത് PC വിഷ്ണുനാഥ് നായരാണ്. നോക്കിക്കേ, നമുക്ക് ഭൂരിപക്ഷമുള്ള ഒരിടത്തും MLA നമ്മുടെ ആളുകളല്ല. 3 മുനിസിപ്പാലിറ്റി ഉണ്ട് ആലപ്പുഴ ജില്ലയിൽ: ചേർത്തല, ആലപ്പുഴ, കായംകുളം. ചേർത്തലയിൽ NSSന്റെ വനിതാ സംഘ സെക്രട്ടറി ജയലക്ഷ്മി അനിൽകുമാറാണ് മുനിസിപ്പൽ ചെയർപേഴ്സൺ. ഇവിടെ ഇടതുപക്ഷമാണ്, ഒരു ക്രിസ്ത്യാനിയാണ്, മേഴ്സി ഡിയാനോ എന്നൊക്കെ പറഞ്ഞിട്ടൊരു ആലപ്പുഴയിലെ മുനിസിപ്പൽ ചെയർപേഴ്സൺ. നമുക്ക് ഭൂരിപക്ഷമുള്ള മേഖലകളിൽ പോലും നമ്മുടെ ആളുകളല്ല മുനിസിപ്പൽ ചെയർപേഴ്സൺ ആകുന്നത്. കായംകുളം എന്ന് പറയുന്ന സ്ഥലത്ത് മുനിസിപ്പൽ ചെയർപേഴ്സണെ ഉണ്ടാക്കിയപ്പോൾ ആദ്യത്തെ 1 കൊല്ലം ടേൺ അനുസരിച്ച് കോൺഗ്രസ്സുകാരന് ഭരണം കിട്ടിയപ്പോൾ മാറ്റിക്കൊണ്ടിരുന്നു. ആദ്യം ഗായത്രി തമ്പാൻ എന്ന് പറഞ്ഞൊരു ഈഴവ സ്ത്രീക്ക് കൊടുത്തു. അവരെ മാറ്റാൻ വേണ്ടി ഓരോ കൊല്ലവും ആളെ മാറ്റുമെന്ന് പറഞ്ഞ് 1 കൊല്ലം കഴിഞ്ഞ് മാറ്റി കഴിഞ്ഞിട്ട് ഇപ്പൊ 4-ാം കൊല്ലം ആകുമ്പോഴും ഈഴവർ വന്നിട്ടില്ല. മറിച്ച് ഇത് ചേർത്തലയിൽ ചെയ്യുന്നില്ല. കാരണം ചേർത്തലയിൽ നായരായ ജയലക്ഷ്മി അനിൽകുമാർ മാറിയാൽ ടേൺ അനുസരിച്ച് 1 കൊല്ലോ 2 കൊല്ലോ കഴിഞ്ഞ് മാറ്റേണ്ടി വന്നാൽ പിന്നെ വയ്ക്കാൻ UDF-ൽ ഈഴവ സ്ത്രീയേ ഉള്ളൂ. അത് വരാതിരിക്കാൻ ഈ ഷുക്കൂറും KC വേണുഗോപാലിന്റെ മാനസപുത്രിയാണ് ചേർത്തലയിലെ, അല്ലാതെയൊക്കെ പറയുന്നുണ്ട്, ചേർത്തല മുനിസിപ്പൽ ചെയർപേഴ്സൺ. അവിടെ മാത്രം ഒരു മാറ്റവും വരുന്നില്ല. അപ്പൊ 3 മുനിസിപ്പാലിറ്റി ഉള്ളതിന്റെ 3ന്റെയും ചെയർപേഴ്സൺ വനിതകൾ, 3ഉം ഈഴവരല്ലാത്തവരാണ്. ആലപ്പുഴ ജില്ലയിലെ കാര്യം. പാർട്ടി നേതൃസ്ഥാനം നമ്മൾ നോക്ക്. DCC പ്രസിഡന്റ് ഷുക്കൂറാണ്. ഇത് മലപ്പുറം ജില്ലയല്ല.
എത്ര ഈഴവന്മാരുണ്ട് ഇതിനു വേണ്ടി തന്നെ നടക്കുന്ന ഡി സുഗതനുണ്ട്, CR ജയപ്രകാശ് ഉണ്ട്, എത്രയോ ആളുകളുണ്ട്. വളരെ സീനിയേഴ്സാ, ഒന്നും പരിഗണിച്ചിട്ടില്ല. ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് വരെ ബാപ്പയുടെ കൂടെ അവിടെ പശ കുറുക്കാനും ഈ കൂടൊട്ടിക്കാനും ഇരുന്ന ആളാണ് പുതിയ DCC പ്രസിഡന്റ് ഷുക്കൂർ. മുസൽമാനാണ്, ആലപ്പുഴ ജില്ലയിൽ. ഇവിടുത്തെ മാർക്സിസ്റ്റ് പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറി സജി ചെറിയാനാണ്, ക്രിസ്ത്യാനിയാണ്. DYFIയുടെ ജില്ലാ സെക്രട്ടറി മനൂസി പുളിക്കൻ ക്രിസ്ത്യാനിയാണ്. ഏത് സ്ഥാനത്ത് ഈഴവനുള്ളത്? DCC പ്രസിഡന്റ് നോക്ക്, മാർക്സിസ്റ്റ് പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറി നോക്ക്, MLA-മാരുടെ കണക്ക് നോക്ക്, MP-മാരുടെ കണക്ക് നോക്ക്. അപ്പൊ നമുക്ക് ഭൂരിപക്ഷമുള്ള മേഖലകളിൽ പോലും നമ്മുടെ ആളുകൾ നേതാക്കന്മാരല്ല. ഞാൻ ചോദിക്കുന്നത്, ഈ കളി കോട്ടയത്തോ ഇടുക്കിയിലോ പാലായിലോ പൂഞ്ഞാറിലോ നടക്കുവോ? നമുക്ക് ഭൂരിപക്ഷമുള്ളിടത്തല്ലേ നമ്മുടെ ആളുകൾക്ക് ആകാനൊക്കെ ഉള്ളൂ. അവിടെ പോലും നമ്മുടെ ആളുകളെ ആക്കാൻ സമ്മതിക്കില്ല. ഇന്ന് കേരളത്തിൽ 5 കോർപ്പറേഷനാണുള്ളത്. 5 കോർപ്പറേഷനിൽ 3 കോർപ്പറേഷന്റെ മേയർമാര് ക്രിസ്ത്യാനികളാ. 3 കോർപ്പറേഷൻ മേയർമാരും ക്രിസ്ത്യാനികളാ. യഥാർത്ഥത്തിൽ ഒരു കോർപ്പറേഷൻ മേയറെ തെരഞ്ഞെടുക്കുമ്പോ ഈഴവന് മൃഗീയ ഭൂരിപക്ഷമുള്ള മേഖലകളിൽ ഈഴവനെ മേയറാക്കണമെങ്കിൽ നടക്കേണ്ടത് കൊല്ലത്താണ്. ആ കൊല്ലത്ത് പോലും കോർപ്പറേഷൻ ഭരണം കിട്ടിക്കഴിഞ്ഞപ്പോ ക്രിസ്ത്യാനിക്കാ കൊടുത്തത് വനിതാ സംവരണമാണ്. ആദ്യം പ്രസന്ന ഏണസ്റ്റ് എന്ന് പറയുന്നൊരു ക്രിസ്ത്യാനിക്ക് കൊടുത്തു. കാലാവധി കഴിഞ്ഞ് അവരെ മാറ്റി പുതിയ ആളെ തിരഞ്ഞെടുപ്പോൾ അതും ക്രിസ്ത്യാനി സ്ത്രീയൊക്കെയാ കൊടുത്തത്. നമ്മുടെ SN കോളേജിലെ പ്രൊഫസറായിരുന്ന പ്രൊഫസർ സുലഭ ഉൾപ്പെടെ ഇടതുപക്ഷമാണ് ഭരിക്കുന്നത്. കൗൺസിലറുണ്ട്, കൊടുത്തില്ല. അപ്പൊ നമുക്ക് മൃഗീയമായ ഭൂരിപക്ഷമുള്ള മേഖലകളിൽ പോലും മറ്റുള്ളവരെ നേതാവാക്കിക്കൊണ്ട് ഈഴവനെ അടിമകൾ കുറെ നാളുകളായി നമ്മളെ പഠിപ്പിച്ചിരിക്കുന്ന ഈ മതേതരത്വം മാറ്റിവെച്ചുകൊണ്ട് സാമൂഹ്യ നീതി ഈഴവന് ഗുണകരമായി തീരുന്ന രൂപത്തിലുള്ള രാഷ്ട്രീയ പ്രബുദ്ധതയിലേക്ക് കടന്നു വരാൻ നമുക്ക് കഴിയണം. അതിന്റെ സൂചനകൾ ഇന്ന് സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ 10-18 കൊല്ലമായി നമ്മുടെ ജനറൽ സെക്രട്ടറി പറയുന്ന കാര്യം പറയാൻ ഇപ്പൊ കാനം രാജേന്ദ്രനെ പോലുള്ളവരൊക്കെ തയ്യാറായി വരുന്നത് തന്നെ അത്ഭുതകരമായ മാറ്റത്തിന്റെ സൂചനകളാണ്. അരുവിക്കര ഉപതെരഞ്ഞെടുപ്പിൽ കണ്ടതാണ്. ന്യൂനപക്ഷങ്ങളെ പ്രീണിപ്പിക്കാൻ പോയി. അത്ഭുതകരമായ രൂപത്തിൽ സൂസാപ്പാക്യത്തിനെയൊക്കെ കണ്ട് ന്യൂനപക്ഷ വർഗീയതയെ പ്രീണിപ്പിക്കാൻ പോയപ്പോ എന്ത് പറ്റി? ഉത്തരത്തിലിരിക്കുന്നത് എടുക്കുകയും വേണം, കക്ഷത്തിലിരിക്കുന്നത് പോകാനും പാടില്ല എന്ന് വിചാരിച്ചു. പക്ഷെ ഉത്തരത്തിലിരിക്കുന്നത് എടുക്കാൻ ശ്രമിച്ചപ്പോ കക്ഷത്തിലിരുന്നത് പോയത് കൊണ്ടാണ് വമ്പൻ പരാജയം ഈ രാജ്യത്തിലെ ആളുകൾക്ക് അനുഭവിക്കേണ്ടി വന്നത്. നമ്മുടെ വേദികളിലെങ്കിലും വന്നിട്ട് നമ്മളെ ചെറുതാക്കാൻ പറഞ്ഞു വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞ കേൾക്കണ സമുദായമൊന്നുമല്ല. വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞ കേൾക്കണ ഒരു സമുദായ നേതാവ് പറയാൻ എന്നത് അനുസരിക്കുന്നവർ മാത്രമാണോ ഈഴവർ? അവരത്രേ ഉള്ളോ? അവർക്ക് രാഷ്ട്രീയ പ്രബുദ്ധതയുള്ളവരാണ് എന്നൊക്കെ പറഞ്ഞ നേതാക്കന്മാർ ഇപ്പൊ പറയുന്നത് എന്താ? 2% പോലും വെള്ളാപ്പള്ളി പറഞ്ഞാൽ കേൾക്കാത്ത ആളുകളാണ് സമുദായത്തിലുള്ളത് എന്നൊക്കെ പറഞ്ഞ ആളുകൾ തന്നെ ഇപ്പൊ പറയുന്നു അരുവിക്കര ഉപതെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോ BJPക്ക് 35,000 വോട്ട് കിട്ടിയത് വെള്ളാപ്പള്ളി കാരണമാണെന്ന് പറഞ്ഞു. അതിന്റെ അർത്ഥം എന്താ? വെറും 7,000-ലധികം വോട്ടുണ്ടായിരുന്ന മണ്ഡലത്തിൽ ഇത്രയും വോട്ട് വർദ്ധിച്ചത് വെള്ളാപ്പള്ളി നടേശൻ കാരണമാണെന്ന് അബദ്ധവശാൽ പറഞ്ഞ അതിന്റെ അർത്ഥം എന്താ? ഒരു അസംബ്ലി മണ്ഡലത്തിൽ പോലും 20,000 വോട്ട് മറിക്കാൻ കഴിവുള്ള ആളാണ് വെള്ളാപ്പള്ളി നടേശൻ എന്നല്ല എന്റെ അർത്ഥം. അറിയാതെയാണെങ്കിലും പൊട്ടന്മാര് പറഞ്ഞില്ലേ അങ്ങനെ. അപ്പൊ ഈ രാജ്യത്തിന്റെ രാഷ്ട്രീയ സാമൂഹ്യ സമവാക്യങ്ങൾ നമ്മൾ പരിശോധിക്കുമ്പോൾ ഈഴവ സമുദായത്തെ വളരെ ദുർബലപ്പെടുത്തുന്ന രൂപത്തിലുള്ള സാഹചര്യങ്ങൾ നിലനിൽക്കുന്നു. നമുക്കതിനൊക്കെ പരിഹാരമുണ്ടാകും. ശ്രീ തുഷാർ വെള്ളാപ്പള്ളി അവരുടെ നേതൃത്വത്തിൽ ഇന്ന് കേരളത്തിലെ ഈ പാർശ്വവൽക്കരിക്കപ്പെട്ട ഈഴവ സമുദായാംഗങ്ങൾക്ക് അധികാരത്തിന്റെ അകത്തളങ്ങളിലെത്തി ഈ സമുദായത്തിന് വേണ്ടി യാചിച്ചു വാങ്ങാനല്ല, ചോദിച്ചു വാങ്ങുവാൻ കഴിയുന്ന രാഷ്ട്രീയ അധികാര കേന്ദ്രങ്ങളെ സൃഷ്ടിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഭഗീരഥ പ്രയത്നം നടന്നുകൊണ്ടിരിക്കുകയാണ്. താമസിയാതെ അത് പൂവണിയും എന്നുള്ള വിശ്വാസമാണ് എനിക്കുള്ളത്. അപ്പൊ സംഘടനയെ സംബന്ധിച്ചിടത്തോളം ഇനി ഏറ്റവും പ്രധാനമായിട്ട് വേണ്ടത് രാഷ്ട്രീയ അധികാരമാണ്. വിദ്യാഭ്യാസ മേഖലയിൽ ഇന്ന് ന്യൂനപക്ഷ മതവിഭാഗങ്ങൾ ഗവൺമെന്റിന്റെ പണം ഉപയോഗിച്ച് ജില്ലാ ആസ്ഥാനങ്ങളിൽ സിവിൽ സർവീസ് അക്കാഡമികൾ ഉണ്ടാക്കി ന്യൂനപക്ഷ മതവിഭാഗത്തിൽപ്പെട്ടവരെ മാത്രം സിവിൽ സർവീസ് പരിശീലനം കൊടുക്കുന്ന സംവിധാനത്തിലേക്ക് കേരള സമൂഹം മാറിക്കൊണ്ടിരിക്കുന്നു. എന്തു വർഗീയതയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്? ഏതെല്ലാം മേഖലകളിലാണ് വർഗീയത? ഇതൊന്നും സ്വതന്ത്രമായി തിരിച്ചു പറയാൻ ഈ രാജ്യത്ത് ന്യൂനപക്ഷ പ്രീണനം അജണ്ടയാക്കിയ കോൺഗ്രസ് പാർട്ടിക്കും കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കും ഒന്നും കഴിയാത്ത സാഹചര്യങ്ങൾ ഇവിടെ നിൽക്കുന്നു. ഇപ്പൊ പോലും നിങ്ങൾ കണ്ടോ,
ഈ ഗവൺമെന്റ് അവസാനം ഈ ഒരു 2 ആഴ്ചയുള്ള മഞ്ഞളാംകുഴലിയുടെ ഒരു പ്രഖ്യാപനം, മദ്രസകളിലെ മതപഠനം നടത്തുന്നതിന് നേതൃത്വം കൊടുക്കുന്ന മുക്രികൾക്ക് വീട് വയ്ക്കാൻ പലിശരഹിത വായ്പ 4 ലക്ഷം കൊടുക്കും. നമ്മുടെ ശാന്തിമാർക്ക് കൊടുത്താൽ എന്താണെന്ന് ഞങ്ങൾ ചോദിക്കുന്നുള്ളൂ. മദ്രസകളിലെ മതം പഠിപ്പിക്കുന്ന മുക്രിക്ക് പലിശരഹിത വായ്പ കൊടുക്കുന്നു. അനധികൃതമായി രേഖയും പാസ്പോർട്ടും വിസയും ഒന്നുമില്ലാതെ അനധികൃതമായി വിദേശത്ത് പോയ ആളുകളെയൊക്കെ സൗദി അറേബ്യയിൽ നാട്ടി ഓടിച്ചു. ആ തിരിച്ചു വന്നതിൽ ബഹുഭൂരിപക്ഷവും മുസ്ലിങ്ങളാണ്. നിദാഖാത്ത് നിങ്ങളിപ്പോ വായിച്ചില്ലേ? മഞ്ഞളാംകുഴിയിലിയുടെ ഒരു പ്രഖ്യാപനമാണ്. വിദേശത്തുനിന്ന് പാസ്പോർട്ടും വിസയും ഇല്ലാതെ അനധികൃതമായിട്ട് ജീവിച്ച ആളുകളെ മടക്കി കേരളത്തിലേക്ക് വിട്ടവർക്ക് തൊഴിൽ ചെയ്യുന്നതിന് വേണ്ടി പലിശരഹിതമായി 10 ലക്ഷം രൂപ വീതം കൊടുക്കുമെന്ന്. കള്ള പാസ്പോർട്ടും കള്ളവണ്ടിയും കയറിപ്പോയവനെ ഒരു രാജ്യത്ത് അച്ചടക്കം പാലിക്കുന്നതിന്റെ ഭാഗമായി തിരിച്ചു വിട്ടാൽ അവന് സംരക്ഷണം കൊടുക്കുമെന്ന് പറയുന്ന ഒരു ജനാധിപത്യ സർക്കാർ ഈ രാജ്യത്ത് ഏറ്റവും വലിയ പരാജയമല്ലേ? എന്തുകൊണ്ടാണ് ഇത് കൊടുക്കുമെന്ന് പറയാൻ കാരണം? ഈ രേഖയൊന്നുമില്ലാതെ തിരിച്ചു വന്നതെല്ലാം ഞമ്മന്റെ ആളുകളായതുകൊണ്ട് മാത്രമാണ്. ഇതൊന്നും ഇവിടെ ഒന്നും ഗുണമനുഭവിക്കാൻ കഴിയാത്തവരായി ഈ രാജ്യത്ത് ഈഴവ സമുദായാംഗങ്ങൾ മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ സാമ്പത്തിക മേഖലകളിലും വിദ്യാഭ്യാസ മേഖലയിലും മാത്രമല്ല, ഈ രാജ്യത്തിന്റെ സമസ്ത മേഖലകളിലും ഈഴവ സമുദായാംഗങ്ങളെ നോക്കുകുത്തികളാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രത്യേകമായ സാഹചര്യം ഇവിടെ നിലനിൽക്കുമ്പോൾ ഈഴവ സമുദായത്തെ അജയ്യനായി നയിച്ചുകൊണ്ട് ഇന്ന് നമുക്ക് ഏറ്റവും ശക്തമായ നേതൃത്വം നൽകിക്കൊണ്ട് ഒരു പരിധിവരെ രാഷ്ട്രീയാധികാരം ഇല്ലെങ്കിൽ പോലും സാമ്പത്തിക ഉന്നമനവും വിദ്യാഭ്യാസ പുരോഗതിയും സമുദായത്തിന് ഗുണകരമായ രൂപത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ ആരാധ്യനായ നമ്മുടെ ജനറൽ സെക്രട്ടറിക്ക് സാധിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇന്ന് മറ്റു പല സമുദായ നേതാക്കളും വരെ പറയുന്നത്, വെള്ളാപ്പള്ളി നടേശനെ പോലുള്ള ഒരു നേതാവ് ഞങ്ങൾക്കുണ്ടായിരുന്നെങ്കിൽ ഞങ്ങൾ എത്രയെ രക്ഷപ്പെട്ടേനെ എന്ന് അസൂയയില്ലാത്ത മറ്റ് സമുദായ നേതാക്കന്മാർ ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. ഈ സാഹചര്യങ്ങളെല്ലാം വിലയിരുത്തിക്കൊണ്ട് ഇനിയും നമുക്ക് ഒത്തിരി മുമ്പോട്ട് പോകേണ്ടതുണ്ട്. നമ്മൾ ഈ രാജ്യത്ത് സി കേശവൻ കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും കോൺഗ്രസ് പാർട്ടിയും രൂപം കൊള്ളുന്നതിന് മുമ്പ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ മറവിൽ ഇന്ത്യയിൽ വന്ന ബ്രിട്ടീഷുകാരെ ഇവിടുന്ന് പലായനം ചെയ്യിച്ചുകൊണ്ട് ഇന്ത്യയുടെ സ്വാതന്ത്ര്യം ഇന്ത്യക്കാരന്റെ കരങ്ങളിൽ നിക്ഷിപ്തമാക്കുന്നതിന് വേണ്ടി WC ബാനർജിയുടെയും ഹ്യൂമിന്റെയും നേതൃത്വത്തിൽ വടക്കേ ഇന്ത്യയിൽ ദേശീയ സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനമായ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഉണ്ടാകുന്നത് 1885 മാത്രമാണ്. അത് കഴിഞ്ഞ് 2 കൊല്ലം കഴിഞ്ഞപ്പോൾ ഗുരുദേവൻ അരുവിപ്പുറം പ്രതിഷ്ഠ നടത്തി. ആ 1885 രൂപം കൊണ്ട ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നമ്മുടെ രാജ്യത്തേക്ക്, നമ്മുടെ രാജ്യം എന്ന് പറഞ്ഞാൽ ഇന്ന് കേരളമാണ്, അന്ന് കേരളമല്ല, 1956 നവംബർ മാസം 1-ാം തീയതി സർദാർ പട്ടേൽ നേതൃത്വം കൊടുത്ത് ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങൾ രൂപീകരിക്കപ്പെട്ടപ്പോഴാണ് പഴയ തിരുവിതാംകൂറും കൊച്ചിയും മലബാറും ചേർന്ന് ഇന്നത്തെ കേരള സംസ്ഥാനം 56 നവംബർ 1-ാം തീയതിയാണ് ഉണ്ടാകുന്നത്. അതിനു മുമ്പ് ആലപ്പുഴയും ചേർത്തല ഉൾക്കൊള്ളുന്ന നമ്മള് തിരുവിതാംകൂർ രാജ്യക്കാരായിരുന്നു. ആ തിരുവിതാംകൂർ എന്ന് പറയുന്ന രാജ്യത്ത് കോൺഗ്രസ് പാർട്ടി ഉണ്ടാകുന്നത് 1936 ശേഷമാണ്. ഇന്നത്തെ KPCC അന്ന് TPCC ആണ്, തിരുവിതാംകൂർ പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി. 1936 അവസാനമാണ് കോൺഗ്രസ് പാർട്ടി ഉണ്ടാകുന്നത്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉണ്ടാകുന്നത് 1939 മാത്രമാണ്. കണ്ണൂർ ജില്ലയിലെ തലശ്ശേരിക്കടുത്ത് പിണറായി എന്ന് പറയുന്ന ഗ്രാമത്തിൽ വെച്ച് സഖാവ് കൃഷ്ണപിള്ളയുടെ നേതൃത്വത്തിൽ അവിഭക്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടി രൂപം കൊള്ളുന്നത് 1939 അത് പിന്നെ പിളർന്ന് CPM ഉണ്ടായത് കേവലം 1964 മാത്രമാണ്. അപ്പൊ ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉണ്ടാകുന്നതിന് 36 കൊല്ലം മുമ്പാണ് കേരളത്തിൽ ഗുരുദേവൻ SNDP യോഗം രൂപീകരിച്ചത്. കമ്മ്യൂണിസ്റ്റ് കോൺഗ്രസ് പാർട്ടി കേരളത്തിൽ ഉണ്ടാകുന്നതിന് 33 കൊല്ലങ്ങൾക്ക് മുമ്പാണ് ഗുരുദേവൻ SNDP യോഗം രൂപീകരിച്ചത്. ആ SNDP യോഗത്തിന്റെ ആദ്യകാല ചരിത്രങ്ങൾ പരിശോധിക്കുമ്പോൾ ഇന്നും സമുദായത്തിന് ആത്യന്തികമായി ഗുണം ചെയ്യുന്ന തീരുമാനങ്ങളെല്ലാം നടപ്പിലാക്കിയിട്ടുള്ളത് ഇവിടെ ഭരിച്ച രാഷ്ട്രീയ പാർട്ടികളല്ല, SNDP യോഗമാണ് എന്ന് മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കും. ഇന്ന് തന്നെ നമുക്കറിയാം, ആലപ്പുഴക്കാർക്ക് തന്നെ അറിയാം, നമുക്ക് 14 ഒരു പൊതു പരീക്ഷയിൽ PSC പരീക്ഷ എഴുതിയാൽ അല്ലെങ്കിൽ പബ്ലിക് സെക്ടറിൽ പരീക്ഷ എഴുതിയാൽ നമുക്ക് 100 ഉദ്യോഗസ്ഥന്മാരെ നിയമിക്കുന്നുവെങ്കിൽ 50 ഓപ്പൺ മെരിറ്റ് ആണ്, മാർക്കിന്റെ അടിസ്ഥാനത്തിൽ കൊടുക്കും. പിന്നെ 50 പേർക്ക് ഉദ്യോഗം കൊടുക്കുന്നതിൽ 13% ഈഴവനും 12% മുസ്ലിമിനും സംവരണമുണ്ട്. ലത്തീൻ കത്തോലിക്കന് 4, ധീവരന് 5, വിശ്വകർമ്മജന് 4, ഇങ്ങനെയുണ്ട്. ആംഗ്ലോ ഇന്ത്യന് വരെയുണ്ട് 1%. ഈ 13% സംവരണ ഈഴവ സമുദായത്തിൽ ഉള്ളത് കൊണ്ടാണ്
നിർബന്ധമായും ഏത് തസ്തികയിലേക്ക് റിക്രൂട്ട്മെന്റ് നടത്തുമ്പോഴും 13 ഈഴവൻ ഉദ്യോഗം കിട്ടും. മെറിറ്റിലുള്ള 50% വരുന്നത് കൂടാതെ റിസർവേഷന്റെ 50%. സുപ്രീം കോടതി പറഞ്ഞിട്ടുണ്ട് റിസർവേഷൻ 50% കൂടാൻ പാടില്ല എന്ന് ഭരണഘടനാ ബെഞ്ച് പറഞ്ഞിട്ടുള്ളതായതുകൊണ്ട് അതിൽ കൂടുതൽ കൂട്ടാൻ നിർവാഹമില്ല. അപ്പോഴും 13% സംവരണം നമുക്ക് കിട്ടുന്നത് കൊണ്ടാണ് നമ്മുടെ ആളുകൾ കുറെ ഉദ്യോഗസ്ഥന്മാരാകുന്നത്. ഇതിന്റെ ഗുണമനുഭവിക്കുന്ന ഈഴവന് പോലും ഇത് വാങ്ങിത്തന്നത് ആരാന്നറിയില്ല. ഇന്ന് ഈഴവ സമുദായത്തിന് കിട്ടുന്ന ഈ 13% സംവരണം എന്ന് പറയുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും കോൺഗ്രസ് പാർട്ടിയും ഉണ്ടാകുന്നതിന് മുമ്പ് 1935 കാലഘട്ടങ്ങളിൽ കിടങ്ങാമ്പറമ്പിന്റെ ഈ വിശുദ്ധമായ ഭൂമിയിൽ മാസ്മരികത സൃഷ്ടിച്ച സി കേശവൻ നടത്തിയ നിവർത്തന പ്രക്ഷോഭണത്തിന്റെ ഫലമായി രാജാവ് അനുവദിച്ചു തന്നതാണ് സംവരണം. തുല്യ ദുഃഖിതരെ കൂട്ടുപിടിച്ചുകൊണ്ട് സി കേശവൻ നടത്തിയ നിവർത്തന പ്രക്ഷോഭണത്തിന്റെ ഫലമായി രാജാവ് അനുവദിച്ചു തന്നതാണ് 14% ഈഴവന്റെ സംവരണം. കമ്മ്യൂണിസ്റ്റും കോൺഗ്രസും ഉണ്ടാകുന്നതിന് മുമ്പ്. പാർട്ടി ഉണ്ടായിക്കഴിഞ്ഞപ്പോൾ 1% കുറഞ്ഞിട്ടേ ഉള്ളൂ, കൂടിയില്ല. ഇവിടെ CPI-യും കോൺഗ്രസും കൂടി അലയൻസ് ഉള്ള 2 മന്ത്രിസഭകൾ ഉണ്ടായി. അച്യുതമേനോൻ മുഖ്യമന്ത്രിയും കരുണാകരൻ ആഭ്യന്തരമന്ത്രിയായിട്ടുള്ളൊരു മന്ത്രിസഭ ഉണ്ടായി. പിന്നീട് കുറെ കാലം കഴിഞ്ഞപ്പോൾ PK വാസുദേവൻ നായർ മുഖ്യമന്ത്രിയും SNDP യോഗം ജനറൽ സെക്രട്ടറി ഞങ്ങളുടെ ചേർത്തലയിൽ നിന്ന് NB തണ്ടാരെ തോൽപ്പിച്ചുകൊണ്ട് കോൺഗ്രസ് ടിക്കറ്റിൽ ജയിച്ച് ആ മന്ത്രിസഭയിൽ തൊഴിൽ മന്ത്രിയായിരുന്നു. ആ മന്ത്രിസഭയാണ് 14% സംവരണത്തിൽ നിന്ന് 1% എടുത്തു മാറ്റിയത്. അപ്പൊ നമ്മൾ പ്രക്ഷോഭണം ഉണ്ടാക്കിയപ്പോ രാഘവൻ വക്കീൽ പറഞ്ഞു, നായർക്കും ബ്രാഹ്മണനും വേണ്ടിയല്ലല്ലോ, നമ്മളെക്കാൾ പുറകിൽ നിൽക്കുന്ന വിശ്വകർമ്മ ധീവര പട്ടികജാതിക്ക് വേണ്ടിയാണ് നമ്മുടെ 1% സംവരണം വിട്ടുകൊടുത്തത് എന്ന് പറഞ്ഞു. നമ്മൾ സമരം ചെയ്യാൻ പോയില്ല. ഞാൻ പറഞ്ഞത് SNDP യോഗം നേതാവായ സി കേശവൻ സമരം ചെയ്തു വാങ്ങിയ 14% സംവരണത്തിൽ നിന്ന് 1% കൂട്ടാനല്ല കുറയ്ക്കാൻ മാത്രമേ ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റും കോൺഗ്രസും സാധിച്ചിട്ടുള്ളൂ. അപ്പൊ നമുക്ക് വേണ്ടി എന്ത് ചെയ്തെന്നാണ് ഇവർ പറയുന്നത്? നമ്മൾ സഹായിക്കണമെന്നവർ ആഗ്രഹിക്കുകയാണെങ്കിൽ നമുക്ക് അതിനുവേണ്ടി ചെയ്തു തന്ന കാര്യങ്ങൾ പറയണ്ടേ? അപ്പൊ ഈ സംവരണം പോലും നമ്മൾ ഇന്ന് അനുഭവിക്കുന്നത് SNDP യോഗം സമരം ചെയ്തു വാങ്ങിയതാണ്. ഇനി പിന്നെ വേറൊരു കാര്യം, ഇന്ന് കേരളത്തിൽ ഈഴവ കുട്ടികൾക്ക് സ്കൂളിൽ പോയി പഠിക്കുമ്പോൾ അറശാല മുതൽ അങ്ങ് കാസർഗോഡ് വരെയുള്ള കുട്ടികൾക്ക് ഇന്ന് ചെറിയ ലംസം ഗ്രാന്റ് കിട്ടും, 1000 രൂപ. മറവ് പിടിച്ച് 1000 മുതൽ 7000 രൂപ വരെ മുസ്ലിം കുട്ടികൾക്ക് കിട്ടുമായിരുന്നു. പട്ടികജാതിക്കാരന് 500 രൂപ മുതൽ 700 രൂപ വരെ ലംസം ഗ്രാന്റ് കിട്ടുമായിരുന്നു. ഈഴവന് 1 പൈസ കിട്ടണില്ല. ഇപ്പൊ കിട്ടാൻ തുടങ്ങി. ആര് കാരണമാണ്? കിട്ടാൻ കാരണം എന്താ? SNDP യോഗം നമ്മുടെ യുവജനങ്ങളെ സംഘടിപ്പിച്ചുകൊണ്ട് ശ്രീ തുഷാർ വെള്ളാപ്പള്ളി അവരുടെ നേതൃത്വത്തിൽ കേരളത്തിലെ എല്ലാ ജില്ലാ കേന്ദ്രങ്ങളിലും നമ്മുടെ ശക്തി കാണിച്ചുകൊണ്ട് സമരം നടത്തിയപ്പോ പിന്നോക്ക വികസന വകുപ്പ് രൂപീകരിക്കണം, ഇല്ലെങ്കിൽ മുഖ്യമന്ത്രിയെ ഞങ്ങൾ വെറുതെ വിടാൻ ഉദ്ദേശിക്കണില്ല, വിശ്രമിക്കാൻ അനുവദിക്കുകയില്ല എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് കേരളത്തിലെ എല്ലാ ജില്ലാ ആസ്ഥാനങ്ങളിലും വരാൻ ശക്തമായ പ്രക്ഷോഭണം യുവജനങ്ങളിൽ കേരളത്തിലെ ഏറ്റവും വലിയ യുവജന പ്രസ്ഥാനം എന്ന് പറയുന്നത് DYFI-യും AIYF, യൂത്ത് കോൺഗ്രസ്, യുവമോർച്ചയൊന്നുമല്ല, പ്രബുദ്ധരായ ഈഴവ ചെറുപ്പക്കാരുടെ കൂട്ടായ്മയായ യൂത്ത് മൂവ്മെന്റ് ആണെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ശ്രീ തുഷാർ വെള്ളാപ്പള്ളിയുടെ നേതൃത്വത്തിൽ കേരളത്തിലെ എല്ലാ ജില്ലാ കേന്ദ്രങ്ങളിലും സമരം ചെയ്തത് മനസ്സിലാക്കാൻ മുഖ്യമന്ത്രിക്ക് സാധിച്ചപ്പോഴാണ് പിന്നോക്ക വികസന വകുപ്പ് രൂപീകരിച്ചത്. ആ പിന്നോക്ക വികസന വകുപ്പ് രൂപീകരിച്ചത് കൊണ്ടാണ് ഇന്ന് നമ്മുടെ കുട്ടികൾക്ക് 1000 രൂപയെങ്കിലും കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഇതുപോലും വാങ്ങി പോക്കറ്റിലിടുന്ന ഇവിടെ ആളുകൾക്ക് ഇത് SNDP യോഗം സമരം ചെയ്തു വാങ്ങിയതാണെന്ന് തിരിച്ചറിവില്ലെങ്കിൽ എങ്ങനെ SNDP യോഗത്തോട് പ്രതിബദ്ധത ഉണ്ടാവും? അപ്പൊ ഈഴവ സമുദായം അനുഭവിക്കുന്ന ചെറിയ ചെറിയ ഗുണങ്ങൾ പോലും നമുക്ക് വാങ്ങിത്തരുന്ന പ്രസ്ഥാനം നമ്മൾ ഉപയോഗിക്കുന്ന കമ്മ്യൂണിസ്റ്റോ കോൺഗ്രസോ BJP-യോ അല്ല, മറിച്ച് ഈ രാജ്യത്തെ SNDP യോഗം മാത്രമാണ് എന്നുള്ള യാഥാർത്ഥ്യത്തിലേക്ക് കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുമ്പോ അങ്ങനെ ഒരു യാഥാർത്ഥ്യം ഈഴവ വിരുദ്ധമായ മുഖങ്ങളെ കൊണ്ട് പോലും ചിന്തിപ്പിക്കുവാനും ചർച്ച ചെയ്യുവാനും കഴിയുന്ന രാഷ്ട്രീയ സാമൂഹ്യ സാഹചര്യം ഇവിടെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഈ പശ്ചാത്തലത്തിൽ പണ്ടാണെങ്കിൽ ചെയ്യില്ല. SNDP യോഗത്തെ ആക്ഷേപിച്ച ഒരു ബിഷപ്പ്, ഇടുക്കിയിൽ ഒരു ബിഷപ്പ് സംസാരിച്ചപ്പോ ബുദ്ധിപരമായി നമ്മുടെ ജനറൽ സെക്രട്ടറി തന്തയ്ക്ക് മാത്രമല്ല തന്തയുടെ തന്തയ്ക്കും പറഞ്ഞു. കാരണം അവിടെ ബിഷപ്പിന്റെ മുഖവും അവിടെ ബിഷപ്പ് പ്രതിയോഗിയായി കണ്ട MM മണിയുടെ മുഖവും കണ്ടു കഴിഞ്ഞാൽ ട്വിൻസ് ആണെന്ന് തോന്നുമെന്ന് പറഞ്ഞാൽ മതപരിവർത്തനം ഈ കാലയളവിൽ എവിടേക്കാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്, എങ്ങനെയാണ് ഇവരുടെ വംശമുണ്ടായത്, നിങ്ങളുണ്ടായത്, ബിഷപ്പ് ഉണ്ടായതെന്ന് ഞങ്ങൾക്കറിയാം എന്ന് പറഞ്ഞിട്ട് ഈ രാജ്യത്തെ ഏതെങ്കിലും കർദിനാളുമാരും മിണ്ടിയോ? ഒരു സാമൂഹ്യ യാഥാർത്ഥ്യം പറയാൻ ഇന്ന് വെള്ളാപ്പള്ളി നടേശൻ എന്ന് പറയുന്ന ഒരു നേതാവ് മാത്രമേ ഉള്ളൂ കേരളത്തിൽ എന്ന രൂപത്തിൽ കാര്യങ്ങൾ എത്തിക്കൊണ്ടിരിക്കുകയാണ്.
അപ്പൊ ഈ എല്ലാ അനുകൂലമായ സാഹചര്യങ്ങളും നമുക്ക് അനുഗുണമായി നിൽക്കുന്ന ഈ കാലയളവിൽ നമുക്ക് കൂടുതൽ ഒന്നിച്ചു മുമ്പോട്ട് പോകേണ്ടതുണ്ട്. രാഷ്ട്രീയ മേഖലകളിലെ പിന്നോക്കാവസ്ഥ പരിഹരിക്കപ്പെടേണ്ടതുണ്ട്. അതിനുവേണ്ടി കൂടുതൽ അജയ്യനായി നമ്മുടെ പ്രസ്ഥാനത്തെ നയിക്കുവാനും ഈ സമുദായത്തിന് വേണ്ടി ഗുണകരമായ രൂപത്തിൽ ഇനിയും ചെയ്തു തീർക്കേണ്ട ഒത്തിരി കാര്യങ്ങൾ ചെയ്തു തീർക്കുവാനുമുള്ള മാൻഡേറ്റ് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ആരാധ്യനായ ജനറൽ സെക്രട്ടറി ശ്രീ തുഷാർജി ഉൾപ്പെടെയുള്ളവർ നിങ്ങളെ അഭിമുഖീകരിക്കുന്നത്. വേറെ ഒരു കാര്യവുമില്ല. നമ്മൾ ഏതുപോലെ സ്നേഹവും ഹൃദയവും കൊടുത്ത് ഈ നേതൃത്വത്തെ അംഗീകരിക്കുകയും അവരുടെ താല്പര്യങ്ങൾ, അവരുടെ ആഗ്രഹങ്ങൾ, ആശയങ്ങൾ സമുദായത്തിന് ഗുണകരമായി തീരുമെന്നുള്ള ദൃഢമായ വിശ്വാസത്തിൽ എങ്ങനെയാണോ നമ്മൾ സമർപ്പിത ചേതസ്സുകളായി അവരുടെ മുമ്പിൽ നിലയുറപ്പിച്ചത്, അതുപോലെ ഇനിയും മാൻഡേറ്റ് കൊടുത്തുകൊണ്ട് കേരളത്തിലെ ഏത് കണ്ണുപൊട്ടനും അറിയാം ജയിക്കും എന്നുള്ളത്. പക്ഷെ അങ്ങനെ ജയിച്ചാ പോരാ. എങ്ങനെ ജയിക്കണം? ആരുടെയെങ്കിലും ചട്ടുകങ്ങളായി ഈ ഇലക്ഷൻ പ്രക്രിയ നടപ്പിലാക്കാൻ ആരെങ്കിലും വന്നേക്കാം എതിർ സ്ഥാനാർത്ഥികളായിട്ട്. അവരെ തിരിച്ചറിയാനുള്ള വിവേകമുള്ളവരാണ് ഞങ്ങൾ എന്ന സന്ദേശം ഈ രാജ്യത്തെ രാഷ്ട്രീയക്കാരനും മതമേധാവികൾക്കും എല്ലാവർക്കും കൊടുക്കുവാൻ കഴിയുന്ന രൂപത്തിൽ 100% വോട്ടും നൽകിക്കൊണ്ട് 100%. കഴിഞ്ഞ മാസം തമിഴ്നാട്ടിൽ ഒരു ഉപതെരഞ്ഞെടുപ്പ് നടന്നപ്പോ സംയുക്ത രാഷ്ട്രീയ പാർട്ടിക്ക് 6000 വോട്ട് കിട്ടിയപ്പോ ജയലളിത ജയിച്ചത് മാത്രം 2 ലക്ഷത്തിന്റെ ഭൂരിപക്ഷത്തിലാണ്. അതുപോലെ ഈ രാജ്യത്ത് ഈഴവനെ ശരിയായ രൂപത്തിലേക്ക് നയിക്കപ്പെടുന്ന നേതാവിനെയും ആശയങ്ങളും തിരിച്ചറിയാൻ പ്രബുദ്ധതയുള്ളവരാണ് ഇന്നത്തെ ഈഴവ സമുദായം എന്നുള്ള സന്ദേശം ഈഴവ വിരുദ്ധമായ മുഖമുള്ള രാഷ്ട്രീയ മതശക്തികൾക്ക് കൊടുക്കുവാൻ കഴിയുന്ന രൂപത്തിൽ 100% വോട്ട് നൽകി SNDP യോഗത്തിന് ഈഴവ സമുദായത്തിനെയും പൂർത്തീകരിക്കേണ്ട കർമ്മ പദ്ധതികൾ നടപ്പിലാക്കാനുള്ള മാൻഡേറ്റ് നൽകി അനുഗ്രഹിക്കണം എന്ന് നിങ്ങളോട് നേരിട്ട് അഭ്യർത്ഥിക്കുവാൻ ആരാധ്യനായ നമ്മുടെ ജനറൽ സെക്രട്ടറി, അതോടൊപ്പം തന്നെ തുഷാർജിയൊക്കെ എത്തിയിട്ടുണ്ട്. അവർക്ക് നിങ്ങളോട് സംസാരിക്കാനുള്ള അവസരം ഒരുക്കിക്കൊണ്ട് ഞാൻ എന്റെ ഉദ്യമത്തിൽ നിന്ന് പിൻവാങ്ങുന്നു. നന്ദി, നമസ്കാരം. ഗുരുധർമ്മം ജയിക്കും. അടുത്തതായിട്ട് നമ്മുടെ യോഗ നടപടികൾ ആരംഭിക്കുകയാണ്. ആദ്യമായി ഗുരുസ്മരണയാണ് എല്ലാവരും. ഗുരു ഓം തത്സത്. ദൈവമേ കാത്തുകൊള്ളുകങ്ങു, കൈവിടാതിങ്ങു ഞങ്ങളെ. നാവികൻ നീ ഭവാബ്ധിക്കൊരാവിവൻ തോണി നിൻ പദം ഒന്നൊന്നായി എണ്ണി എണ്ണി തൊട്ടെണ്ടും പൊരുളൊടുങ്ങിയാൽ നിന്നിടും ദ്രക്കുപോലുള്ള ദിന്നിൽ അസ്പന്ദമാകണം. അന്നവസ്ത്രാദി മുട്ടാതെ തന്നു രക്ഷിച്ചു ഞങ്ങളെ. ധന്യരാക്കുന്ന നീ ഒന്നു തന്നെ ഞങ്ങൾക്കു തമ്പുരാൻ. ആഴിയും തിരയും കാറ്റും ആഴവും പോലെ ഞങ്ങളും മായയും നിൻ മഹിമയും നീയുമെന്നുമുള്ളിലാകണം. നീയല്ലോ സൃഷ്ടിയും സൃഷ്ടാവായതും സൃഷ്ടിജാലവും. നീയല്ലോ ദൈവമേ സൃഷ്ടിക്കുള്ള സാമഗ്രിയായതും. നീയല്ലോ മായയും മായ
വർത്തമാനവും ഭൂതവും ഭാവിയും വേറല്ല ഓതും മൊഴിയുമോർക്കിൽ നീ അകവും പുറവും തിങ്ങും മഹിമാവാർന്ന നിൻപദം പുകഴ്ത്തുന്നു ഞങ്ങളങ്ങു ഭഗവാനെ ജയിക്കുക ജയിക്കുക മഹാദേവ ദീനാവനപരായണ ജയിക്കുക ചിദാനന്ദ ദയാസിന്ധോ ജയിക്കുക ആഴമേറും നിൻ മഹസ്സാം ആഴിയിൽ ഞങ്ങളാകവേ ആഴണം വാഴണം നിത്യം വാഴണം വാഴണം സുഖം. ഗുരു ഓം തത്സത്. ഈ സദസ്സിന് സ്വാഗതം ആശംസിക്കുന്നതിനായിട്ട് അമ്പലപ്പുഴ SNDP യൂണിയൻ സെക്രട്ടറി ശ്രീ പ്രേമാനന്ദൻ അവരെ ആദരപൂർവ്വം ക്ഷണിക്കുക. ബഹുമാനപ്പെട്ട ഈ യോഗത്തിൻ്റെ അധ്യക്ഷൻ അമ്പലപ്പുഴ SNDP യൂണിയൻ പ്രസിഡന്റ് ശ്രീ കലപൂരൻ ഗോപിനാഥ് സാർ അവർ, സമാനതകളില്ലാത്ത നേതാവ് ആരാധ്യനായ SNDP യോഗത്തിൻ്റെ ജനറൽ സെക്രട്ടറി ശ്രീ വെള്ളാപ്പള്ളി നടേശൻ അവർ, നമ്മുടെ എല്ലാം ആശയും ആവേശവുമായ SNDP യോഗത്തിൻ്റെ വൈസ് പ്രസിഡന്റ് ശ്രീ തുഷാർ വെള്ളാപ്പള്ളി അവർ, ഏറെ പ്രിയങ്കരനായ SNDP യോഗത്തിൻ്റെ ഖജാൻജി ശ്രീ സന്തോഷ് ചേട്ടൻ അവർ, പ്രിയപ്പെട്ട SNDP കൗൺസിലർ ശ്രീ PT മന്മോഹൻ അവർ, SNDP യോഗത്തിൻ്റെ മറ്റ് പ്രിയപ്പെട്ട നേതാക്കൾ, അമ്പലപ്പുഴ, കുട്ടനാട്, ചെങ്ങന്നൂർ യൂണിയനിലെ മറ്റ് നേതാക്കളെ, ഈ സമ്മേളനത്തിൽ പങ്കെടുത്തിരിക്കുന്ന ഏറെ പ്രിയങ്കരരും ബഹുമാന്യരുമായ അമ്പലപ്പുഴ, കുട്ടനാട്, ചെങ്ങന്നൂർ യൂണിയനുകളിലെ നേതാക്കളും പ്രവർത്തകരുമായ പ്രിയപ്പെട്ട യോഗവാർഷിക പ്രതിനിധികളെ, ദൃശ്യ പത്രമാധ്യമ സുഹൃത്തുക്കളെ, പ്രിയമുള്ളവരെ, ഞാൻ പ്രത്യേകിച്ച് ഒന്നും പറയേണ്ട കാര്യമില്ല. കാരണം നമ്മുടെ ഏറെ പ്രിയങ്കരനായ SNDP കൗൺസിലർ ശ്രീ PT മന്മഥൻ അവർ വളരെ കാര്യമാക്ക പ്രശ്നമായ ആരാധ്യനായ ജനറൽ സെക്രട്ടറിയുടെ പ്രവർത്തനങ്ങളിലെ, ആരാധ്യനായ വൈസ് പ്രസിഡന്റ് തുഷാർ വെള്ളാപ്പള്ളി അവരുടെ പ്രവർത്തനങ്ങളെ, ഈ സംഘടനയെ ഇത്രയധികം അക്ഷീണമായി പ്രവർത്തിച്ചുകൊണ്ട് നയിച്ച പ്രവർത്തനങ്ങളെക്കുറിച്ച് ഒരു സംക്ഷിപ്തമായ വിവരണങ്ങൾ നിങ്ങളുടെ മുമ്പിൽ തന്നു എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. ഇപ്പോൾ ആരാധനായ ജനറൽ സെക്രട്ടറി 10-18 കൊല്ലമായി SNDP യോഗത്തിന്റെ അമരക്കാരനാണ്. അദ്ദേഹം ചാർജ് എടുക്കുമ്പോൾ ഈഴവ സമുദായം അനുഭവിച്ചിരുന്ന ദാരിദ്ര്യപരവും വിദ്യാഭ്യാസപരമായ പിന്നോക്കാവസ്ഥയ്ക്ക് വളരെ ശക്തമായ ദീർഘവീക്ഷണയുടെ പ്രവർത്തനങ്ങൾ കൊണ്ട് ഈ സംഘടനയെ ദാരിദ്ര്യ നിർമ്മാർജ്ജനവും വിദ്യാഭ്യാസത്തിനുള്ള പോരായ്മകളും പരിഹരിച്ചുകൊണ്ട് സമസ്ത മേഖലകളിലും SNDP യോഗത്തെ ഇന്നൊരു അജയ്യ ശക്തിയായി മാറ്റുവാൻ, വളർത്തുവാൻ ഡോക്ടർ പൽപ്പുപോരെ പറഞ്ഞതുപോലെ ഈഴവനായി ജനിച്ച്, ഈഴവനായി ജീവിച്ച്, ഈഴവനായി മരിക്കുന്നതിൽ അഭിമാനം കൊള്ളുന്നു എന്ന് ഞാൻ പറഞ്ഞതുപോലെ ഈ ഈഴവ സമുദായത്തെ ഇത്രയധികം അഭിമാനത്തോടെ ഞാൻ ഈഴവനാണെന്ന് പറയുവാൻ തക്ക രീതിയിൽ നമ്മളെ സംഘടിപ്പിച്ച് നമുക്ക് വേണ്ടി അക്ഷീണം പ്രവർത്തിക്കുക. ഈ ഇന്ത്യയിൽ ഇത്രയധികം റോഡുകളിൽ സഞ്ചരിച്ച, വാഹനം സഞ്ചരിച്ച ഒരൊറ്റ നേതാവ് കാണുകയില്ല. അപ്പോൾ അങ്ങനെ ഏത് മേഖലകളിലും നമ്മളെ നയിച്ച, നമ്മുടെ അഭിമാനം ഉയർത്തിപ്പിടിച്ച ഈ കേരളത്തിലെ ഏറ്റവും ശക്തനായ നേതാവ് ശ്രീ വെള്ളാപ്പള്ളി നടേശൻ അവരുടെ നേതൃത്വത്തില്, ശ്രീ തുഷാർ വെള്ളാപ്പള്ളിയുടെ നേതൃത്വത്തില് SNDP യോഗത്തിന്റെ ഈ 110ാമത് വാർഷിക പൊതുയോഗത്തില് തെരഞ്ഞെടുപ്പ് ഉൾപ്പെടെയുള്ള പൊതുയോഗമാണ്. ആ തെരഞ്ഞെടുപ്പുൾപ്പെടെയുള്ള ഈ പൊതുയോഗത്തില് നേരത്തെ ശ്രീ PT മന്മഥൻ പറഞ്ഞ പോലെ
എന്താണ് ആട്ടുംതൊഴിലിട്ട മാനിന്റെ തൊഴിലിട്ട മാരീജന്മാര് കടന്നു വരാൻ സാധ്യതയുണ്ട്. നമ്മുടെ ഓരോ യൂണിയനുകളെയും നമുക്കറിയാം, നമ്മളെ ഓരോ പത്രിക മുറിച്ചും വളരെ കഷ്ടപ്പെട്ടുമാണ് ഓരോ യൂണിയനിലെ പ്രവർത്തനത്തിന് ഫണ്ട് കണ്ടെത്തുന്നത്. ഇതൊക്കെ ഇല്ലായ്മ ചെയ്യുവാൻ, വളരെയൊക്കെ കഷ്ടപ്പെടുവാൻ, ഒരിക്കലും ജയിക്കുകയില്ല എന്നറിഞ്ഞത് കൊണ്ട് വെറുതെ നമ്മുടെ സമുദായത്തെ കഷ്ടപ്പെടുത്തുവാനും ആരുടെയൊക്കെയോ ചട്ടുകങ്ങളായി വരാനും ചിലപ്പോൾ ചിലർ വന്നേക്കാം. അവരെയൊക്കെ കണ്ടുകൊണ്ട് അവരുടെയൊക്കെ ഇനി ഒരിക്കലും ആരും ഇതുപോലെ ആരാധനാ ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ അവരുടെ നേതൃത്വത്തിൽ വരുന്ന പാനലിനെതിരെ മത്സരിക്കാതിരിക്കാൻ, അവരുടെയൊക്കെ വാട്ടർലൂ ആകുവാൻ ഈ 110ാമത് വാർഷിക പൊതുയോഗത്തിൽ ഈ അമ്പലപ്പുഴ ചേർത്തല, അമ്പലപ്പുഴ കുട്ടനാട് ചെങ്ങന്നൂർ യൂണിയനിലെ എന്റെ എല്ലാ പ്രിയപ്പെട്ട യോഗ നേതാക്കന്മാരും വാർഷിക പ്രതിനിധികളും ആരാധ്യനായ ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ അവരുടെ നേതൃത്വത്തിലുള്ള പാനലിന് പൂർണ്ണമായി വോട്ട് ചെയ്ത് വിജയിപ്പിക്കുവാൻ നിങ്ങളുടെ എല്ലാവരുടെയും കഴിയുമാറാകട്ടെ. അങ്ങനെയുള്ള ഒരു പിന്തുണ നിങ്ങൾക്ക് നൽകാൻ വേണ്ടി പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ കർത്തവ്യത്തിലേക്ക് കടക്കുകയാണ്. ഈ യോഗത്തിൽ അധ്യക്ഷത വഹിക്കുന്ന അമ്പലപ്പുഴ SNDP യൂണിയൻ പ്രസിഡന്റ് ശ്രീ കലവൂർ എൻ ഗോപിനാഥ് സാർ അവറുകളാണ്. പ്രത്യേകിച്ച് പറയേണ്ടതില്ല, യൂണിയന്റെ എല്ലാ പ്രവർത്തനങ്ങളിലും നേതൃത്വമായി പ്രവർത്തിക്കുന്ന പണ്ഡിവയോധിനായ ശ്രീ കലവൂർ എൻ ഗോപിനാഥ് സാർ അവർ നിങ്ങൾ ഓരോരുത്തരുടെ പേരിലും യൂണിയന്റെ പേരിൽ ഹാർദവമായി സ്വാഗതം ആശംസിക്കുന്നു. അടുത്തതായി സ്വാഗതം ആശംസിക്കേണ്ടത് ആരാധ്യനായ ജനറൽ സെക്രട്ടറിയാണ്. ഞാൻ പ്രത്യേകിച്ച് എന്നും പറയേണ്ട അറിയില്ല, വിശ്വവിജയിയായ അലക്സാണ്ടർ ചക്രവർത്തിയെ പോലെ യുദ്ധങ്ങളിൽ, എല്ലാ യുദ്ധങ്ങളിലും ജയിച്ച ഒരൊറ്റ ആളെ ലോക ചരിത്രത്തിലുള്ളൂ, അലക്സാണ്ടർ വിശ്വവിജയി. അതോടൊപ്പം തന്നെ ആപത് ബാന്ധവനായ കൃഷ്ണനെ പോലെ, ദാനശീലത്തിൽ കർണനെ പോലെ നമുക്ക് ഈ സമുദായത്തിന് വേണ്ടി നിലകൊള്ളുന്ന ആരാധ്യനായ ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ അവരുകളെ നിങ്ങൾ ഓരോരുത്തരെയും ഈ കൂടിയ എല്ലാ പ്രതിനിധികളും ഹാർദവമായി സ്വാഗതം ചെയ്യും. അടുത്തതായി സ്വാഗതം ചെയ്യേണ്ടത് ആരാധ്യനായ SNDP യോഗത്തിന്റെ വൈസ് പ്രസിഡന്റ് തുഷാർ വെള്ളാപ്പള്ളി അവരുകള്. അദ്ദേഹത്തിന്റെ വളരെ ചടുലമായ പ്രവർത്തനങ്ങള് യുവജനങ്ങൾക്ക് പ്രത്യേകിച്ച് വളരെ ആവേശം കൊണ്ടുപോകാൻ, ഈ യൂത്ത് മൂവ്മെന്റിന്റെ ഇത്രയും സജീവമാക്കുവാനും, സൈബർ സേനയെ സജീവമാക്കുവാനും, ഈ സംഘടനാ പ്രതിനിധിക്കറിയാം, ഈ നമ്മുടെ SNDP യോഗത്തിന് നേതൃത്വം നടന്ന മലബാർ ആണെങ്കിലും മധ്യ തിരുവിതാംകൂർ ആണെങ്കിലും പിന്നെ അങ്ങനെയുള്ള വിവിധ മേഖലകളിൽ നടന്ന ഈഴവ മഹാസംഭവങ്ങൾ ഒരു ചരിത്ര സംഭവമാക്കി മാറ്റുവാൻ, നമ്മുടെ ശക്തിയെ, ചേതനയെ ഉയർത്തുവാൻ, വളർത്തുവാനും കഴിഞ്ഞത് അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലുള്ള ആ ദീർഘവീക്ഷണമായ ശക്തമായ പ്രവർത്തനമാണ്. ഒരു മികച്ച സംഘാടകനായ ആരാധനായ SNDP യോഗം വൈസ് പ്രസിഡന്റ് ശ്രീ തുഷാർ വെള്ളാപ്പള്ളി അവരുകളെ നിങ്ങൾ ഓരോരുത്തരുടെ പേരും നിങ്ങൾ എല്ലാവരുടെയും കയറി ഹാർദവമായ സ്വാഗതം ആശംസിക്കുന്നു. അടുത്തതായി സ്വാഗതം ആശംസിക്കേണ്ടത് SNDP യോഗത്തിന്റെ ഖജാൻജി ശ്രീ സന്തോഷ് ചേട്ടൻ അവരുകളാണ്. ആരാധനായ ദേവസ്വം സെക്രട്ടറി ദേവസ്വം സെക്രട്ടറി സന്തോഷ് ചേട്ടൻ അവരുകളാണ്. അപ്പൊ അദ്ദേഹത്തെ കുറിച്ച് പ്രത്യേകിച്ച് പറയേണ്ടതില്ല. ആരാധനായ ജനറൽ സെക്രട്ടറിയോടും യോഗം വൈസ് പ്രസിഡന്റിനോടൊപ്പം നമ്മുടെ യോഗം പ്രസിഡന്റിനോടൊപ്പം വളരെ സജീവമായി പ്രവർത്തിക്കുന്ന, ഏത് കാര്യത്തിനും വിളിച്ചാൽ ഓടിയെത്തുന്ന ആരാധ്യനായ SNDP യോഗത്തിന്റെ ദേവസ്വം സെക്രട്ടറി ശ്രീ സന്തോഷ് ചേട്ടൻ അവരുകളെ നിങ്ങൾ ഓരോരുത്തരും യൂണിയന്റെ പേര് ഹാർദവമായ സ്വാഗതം ആശംസിക്കുന്നു. അടുത്തതായി സ്വാഗതം ആശംസിക്കേണ്ടത് പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല, ശ്രീ PT മന്മഥൻ അവരുകളാണ്. SNDP യോഗത്തിന്റെ കൗൺസിലറാണ്, SNDP യോഗത്തിന്റെ നാവാണ്. സത്യമായ കാര്യങ്ങൾ വിളിച്ചറിയുവാനും നമ്മളെ ശരിയായ ബോധവൽക്കരിക്കുവാനും അക്ഷീണമായ SNDP യോഗത്തിന്റെ പ്രവർത്തിക്കുന്ന SNDP യോഗത്തിന്റെ കൗൺസിലർ ശ്രീ PT മന്മഥനുടെ നിങ്ങൾ ഓരോരുത്തരുടെ പേരും യൂണിയന്റെ പേര് ഹാർദവമായ സ്വാഗതം ആശംസിക്കുന്നു. അടുത്തതായി സ്വാഗതം ആശംസിക്കേണ്ടത് SNDP യോഗത്തിന്റെ നേതാക്കന്മാർ, കൗൺസിലർമാർ, അസിസ്റ്റന്റ് സെക്രട്ടറിമാർ, ഈ യോഗത്തിൽ സന്നിഹിതരായിരിക്കുന്ന അമ്പലപ്പുഴ യൂണിയന്റെ പ്രിയപ്പെട്ട നേതാക്കൾ, അതോടൊപ്പം തന്നെ ചെങ്ങന്നൂർ കുട്ടനാട് യൂണിയനിലെ യൂണിയൻ നേതാക്കൻ, കൗൺസിലർമാർ, ഈ യോഗത്തിൽ സംബന്ധിച്ചിരിക്കുന്ന ഈ കുട്ടനാട്, അമ്പലപ്പുഴ, ചെങ്ങന്നൂർ യൂണിയനുകളിലെ പ്രിയങ്കരായ നേതാക്കൾ, യോഗവാർഷിക പ്രതികൾ, നിങ്ങൾക്ക് എല്ലാവർക്കും നിങ്ങളുടെ എല്ലാവർക്കും ഈ യോഗത്തിന്റെ പേരിൽ ഹാർദവമായ സ്വാഗതം ആശംസിക്കുന്നു. അതുപോലെ തന്നെ ഇന്നിവിടെ പങ്കെടുത്തിരിക്കുന്ന ദൃശ്യ മാധ്യമ പ്രതിനിധികളാണ്. SNDP യോഗത്തിന്റെ ഏത് മേഖലകളിലും നമ്മളെ സമൂഹത്തിന്റെ മുന്നിൽ തുറന്ന് നമ്മുടെ കാര്യങ്ങൾ ശരിയായ വിധത്തിൽ പറയുവാനും സംഘടന വളർത്തുവാനും അക്ഷീണം എത്തിക്കുന്ന ആ ദൃശ്യ പത്രമാധ്യമ സുഹൃത്തുക്കളെ നിങ്ങൾ ഓരോരുത്തരുടെ പേരും യൂണിയന്റെ പേര് ഹാർദവമായ സ്വാഗതമുണ്ട്. എല്ലാവർക്കും ആരാധ്യനായ ജനറൽ സെക്രട്ടറി ഒരിക്കൽ കൂടി അദ്ദേഹത്തിന്റെ കരങ്ങൾക്ക് ശക്തി വരുവാൻ തക്ക ഒരു ആർജവം, ഇച്ഛാശക്തി നമുക്കെല്ലാം ഉണ്ടാകണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഒരിക്കലും സ്വാഗതം ഏറ്റുവാക്കണമെന്ന് ശ്രീധർമ്മ ജയിക്കട്ടെ. എന്ന് പറയുന്ന രീതിയിൽ
സംസാരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഒന്നാമത് അസുഖവും, പിന്നീട് സ്വാഗത പ്രസംഗത്തിൽ എൻ്റെ പ്രിയങ്കരനായ സെക്രട്ടറി ഇതിൻ്റെ ഉദ്ദേശ ലക്ഷ്യങ്ങളെ കുറിച്ചിട്ട് ഹ്രസ്വമായിട്ടാണെങ്കിലും വിശദീകരിച്ച സ്ഥിതിക്ക് ഞാൻ അതിലേക്ക് കിടക്കുന്നില്ല. എൻ്റെ ജീവിതാനുഭവത്തിൽ ഏതാണ്ട് 69 കാലഘട്ടം മുതൽ SNDP പ്രസ്ഥാനത്തിൽ നേതൃത്വപരമായ പങ്ക് വഹിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ തന്നെയാണെങ്കിലും ശ്രീമാൻ വെള്ളാപ്പള്ളി അവർ വന്നതിന് ശേഷം ഈ പ്രസ്ഥാനത്തിനുണ്ടായിട്ടുള്ള ചടുലമായ ആ മാറ്റങ്ങൾ, അഭിമാനകരമായ നേട്ടങ്ങൾ ഏതൊരു യുവനും അഭിമാനിക്കാവുന്നൊരു കാലഘട്ടമായി ചരിത്രരേഖകൾ രേഖപ്പെടുത്തുവാൻ നമുക്ക് സാധിക്കുന്നു എന്നുള്ളത് സന്തോഷകരമായ കാര്യമാണ്. ആ കാരണം കൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ പാനലുകൾക്ക് ഒരു ശക്തിയോ പിന്നെ പകരത്തക്ക രീതിയിലും അതുപോലെ എതിർശക്തികൾക്ക് യാതൊരു തരത്തിലുള്ള ചലനവും സൃഷ്ടിക്കുവാൻ സാധിക്കാത്തതിൻ്റെ കാരണം ഇതാണ്. യഥാർത്ഥത്തിൽ ഒരു ഔപചാരികമായ ഒരു കടമ എന്ന രീതിയിൽ തന്നെയാണ് ഈ സമ്മേളനം ഇവിടെ നടത്തുന്നത്. ആ സമ്മേളനത്തിൽ തന്നെ അദ്ദേഹത്തിൻ്റെതായ മികവുറ്റ ആ ഭാഷ്യവും അതുപോലെ തന്നെ കാഴ്ചപ്പാടുകളും നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കും. അതിനായിട്ട് ആ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നതിനായിട്ട് ആരാധ്യനായ ജനറൽ സെക്രട്ടറി ക്ഷണിക്കുന്നു. നന്ദി. യോഗാധ്യക്ഷൻ അമ്പലപ്പുഴ യൂണിയൻ്റെ പ്രസിഡന്റ് മിസ് ഗോപിനാഥ് ഉൾപ്പെടെ വേദിയിലിരിക്കുന്ന വിവിധ യൂണിയൻ തല നേതാക്കന്മാരെ, യോഗത്തിൻ്റെ ഭരണസാരഥികളെ, അടുത്തു വരുന്ന യോഗ വാർഷികത്തിലെ പ്രതിനിധികളായി തിരഞ്ഞെടുത്ത് ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ചു ഇവിടെ എത്തിയിരിക്കുന്ന സ്നേഹനിധികളായ യോഗ വാർഷിക പ്രതിനിധികളെ, പത്രദൃശ്യ മാധ്യമങ്ങളെ, സുഹൃത്തുക്കളെ, വലിയൊരു പ്രസംഗത്തിൻ്റെ കാര്യമില്ല, എല്ലാം നിങ്ങൾക്കറിയാം. പിന്നെ കൊല്ലക്കുഴിയിൽ സൂചിപ്പിക്കാൻ ഞാൻ ശ്രമിക്കുന്നത് ശരിയല്ല. എന്നെ നിങ്ങൾക്കറിയാം, നിങ്ങളെ എനിക്കും അറിയാം. ഞങ്ങളെല്ലാം വന്നത് നിങ്ങളോടൊരു വോട്ട് ചോദിക്കാൻ വേണ്ടിയാണ്. അത് ദയവ് ചെയ്ത് ഞങ്ങൾക്കെല്ലാം വോട്ട് തരണമെന്നാണ് ഒരപേക്ഷിക്കുക. ഒരുപാട് മന്മഥൻ്റെ ഭാഷയിൽ പറയുന്ന മന്മഥൻ്റെ ഭാഷയിൽ പറയാൻ എനിക്കറിയില്ല. മന്മഥൻ നല്ല ഭംഗിയായിട്ട് കണക്കുകളെല്ലാം വെച്ച് ഭംഗിയായി പറയും. പറയുന്ന മുഴുവൻ ശരിയുമാണ്. ആ ശരി, മന്മഥൻ പറയുന്ന ശരി അതുപോലെ പറയാൻ എനിക്ക് ഭാഷയെ അറിയില്ല. ആകെ നാടൻ ഭാഷ, വെറും ഗ്രാമപ്രദേശത്ത് ജനിച്ച് വളർന്നു. മന്മഥനാണെങ്കിൽ 89 കൊല്ലം ശിവഗിരിയിൽ അവിടെ പോയി പഠിച്ചാലാണ്. ഞാൻ പഠിച്ചത് 10ാം ക്ലാസ് ഗുസ്തിയുമാണ് അണിച്ചുറങ്ങരയിൽ. അപ്പോൾ ഞങ്ങൾ തമ്മിൽ തന്നെ ഒരുപാട് ക്ലാസിൻ്റെ വ്യത്യാസമാണ്. അതുകൊണ്ട് ഒരുപാട് പഠിച്ച മന്മഥൻ്റെ ഭാഷയും എൻ്റെ ഭാഷയും തമ്മിൽ ഒരുപാട് വ്യത്യാസം. ഒരക്ക് നാട്ടിൻപുറങ്ങളിൽ നടന്ന് വളർന്ന് അടി കൊടുത്തു അടിമേടിച്ചും നല്ല ശീലമുള്ള എനിക്ക് എന്നെ കൊണ്ടു നടന്നതുമാരാണ് എല്ലാം. എൻ്റെ പണിക്കാരായ വീട്ടിലുണ്ടായ വേലയൻ അയ്യപ്പനും അതുപോലെ തന്നെ കൊണ്ടുവരുന്ന ആരാണ് അന്ന് അയ്യപ്പൻ എന്ന് പറഞ്ഞ ആളാണ് പിന്നെ പറമ്പിൽ കൊണ്ടു നടക്കുന്നത്. ഇങ്ങനെ അവരോടെല്ലാം കൂടെ നടന്നും പറഞ്ഞും ഉള്ള ശീലം കൊണ്ട് ചിലപ്പോഴെല്ലാം എനിക്ക് ഉപമ കയറി വരും. ഈ കളവന്മാരുടെ പണ്ട് കിട്ടിയാണ്. ഇയാൾ ചോദിക്കും, നമ്മുടെ സെക്രട്ടറി പുള്ളി വലിയ പ്രാസംഗികൻ, ഒരുപാട് വായിക്കുകയും എനിക്ക് വായനയില്ല. അപ്പം ഞാൻ ഈ ഉപമ പറയണ എങ്ങനെയാണെന്ന് ചോദിക്കണം. ഞാൻ ഒരു ഉപമയും പറയാറില്ല, വായിക്കാറില്ല, പഠിക്കാറില്ല. പക്ഷേ ഈ ചെറുപ്പകാലങ്ങളിൽ നടന്ന ഈ പാവങ്ങളായ കുറേ കളവന്മാരുമായിട്ടാണ് നടന്നത്. അവരെന്നെ കൊണ്ട് വളർത്തിയത്. അപ്പോൾ അവരന്നൊക്കെ കുറേ ഉപമയൊക്കെ പറഞ്ഞ് അത് തലയിൽ കയറി കിടപ്പുണ്ട്. അത് ചിലപ്പോൾ പറയുമ്പോൾ ഇടയ്ക്ക് കയറി വന്നു പോകുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് നിങ്ങളായിട്ട് എനിക്ക് ഒന്നേ പറയാനുള്ളത്, ഞങ്ങൾ ഇനിയൊരു തെരഞ്ഞെടുപ്പിൻ്റെ പാനൽ തയ്യാറാക്കുന്നുണ്ട് ഔദ്യോഗികമായി. ആ പാനൽ പണ്ടും ഇവിടെ വന്ന് തന്നെ അപേക്ഷിച്ചിട്ടുണ്ട് ഈ ക്ഷേത്രാങ്കണത്തിന്. തുടർന്നും ഞങ്ങൾ അപേക്ഷിക്കുകയാണ്. ആ പാനൽ നിങ്ങളെല്ലാം പോലെങ്കിൽ ഏറ്റവും കൂടുതലുള്ള ഒട്ടുള്ള യൂണിയനാണ് അമ്പലപ്പുഴ ആയാലും കുട്ടനാടായാലും ചെങ്ങന്നൂര്, മൂന്ന് ഈ യൂണിയനിലെല്ലാം കൂടി ഏതാണ്ട് എല്ലാ വോട്ടർമാരും ഇവിടെ തന്നെ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. എല്ലാം കൂടെ 500നോട്
അടുത്ത വോട്ടർമാരാണ് 512. ആ 512 ഇച്ചിരി കൂടുതലും കൂടെ ഇല്ലേ എന്നൊരു സംശയമുണ്ട്. ഞാൻ വന്നപ്പോഴേ മണിക്കുട്ടനോട് ചോദിച്ചു, മണിക്കുട്ട താൻ ഇച്ചിരി വെള്ളം ചേർത്ത എന്ന് ചോദിച്ചു. അപ്പം പറഞ്ഞേ അല്പം യൂത്തുകാരൂടെ ഉണ്ടെന്ന് പറഞ്ഞു. പറഞ്ഞവരാണ് യൂത്ത് മൂവ്മെന്റ് ഉണ്ടെന്ന് പറഞ്ഞു. ഞാൻ ചെറുതാക്കി പറഞ്ഞല്ല, കാരണം നമ്മുടെ ഏത് കാര്യത്തിലും യൂത്ത് മൂവ്മെന്റും വനിതാ സംഘത്തിന്റെ നേതാക്കന്മാരുണ്ടാകണമെന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം ഇത് രണ്ടും ഉള്ളതാണ് നമ്മുടെ സംഘടനയുടെ ചിറകുകളാണ്. ഈ സംഘടന രണ്ടും വളർത്തണമെന്ന് കയറിയ കാലം തൊട്ട് ഞാൻ പറയുന്നത്. സംഘടനയുടെ വളർച്ച ഇത് രണ്ടും നമ്മുടെ വലിയ രണ്ട് പോഷക സംഘടനയാണ്. അപ്പോൾ യൂത്ത് മൂവ്മെന്റും വനിതാ സംഘവും ഉയർന്നു കഴിഞ്ഞാൽ അത് സംഘടന വളർച്ചയ്ക്ക് വളരെ സഹായകരമാണ്. അതുകൊണ്ടാണ് കേരളത്തിൽ എമ്പാട് നമ്മൾ സംഘടന വന്നത്. ഇപ്പം യൂത്തും അതുപോലെ വനിതയ്ക്ക് ഉപരി ഇപ്പം വേറെ എന്തെല്ലാം പോഷക സംഘടന, വൈദ്യ സംഘം ഉണ്ടായി, അതുകൂടാതെ സൈഫർ സേന ഉണ്ടായി, അതുകൂടാതെ എംപ്ലോയീസ് ബാർ ഉണ്ടായി, ബാലകയോഗം ഉണ്ടായി, കുമാരി സംഘം ഉണ്ടായി, ധർമ്മസേന ഉണ്ടായി. അങ്ങനെ സമസ്ത മേഖലകളിലുള്ള നമ്മുടെ സമുദായത്തിലെ എല്ലാ അമാനവൃദ്ധം ജനങ്ങളെ ഇതുമായിട്ട് കണക്ട് ചെയ്ത് കണ്ണികളായി ചേർത്തുകൊണ്ടുള്ള ഒരു പ്രവർത്തന ശൈലിയാണ് ഇന്ന് നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് കേരളം ഇന്ന് സമുദായം SNDP യോഗം എന്ന് പറഞ്ഞാൽ പലർക്കും തലവേദന സൃഷ്ടിക്കുന്നുണ്ട്. ആ തലവേദന സൃഷ്ടിക്കുന്ന ഉള്ളത് പറയുക എന്നൊരു ശീലം, പ്രത്യേകിച്ച് എനിക്കൊരു പാർലമെന്ററി മോഹമില്ല. അതിനൊരു സ്ഥാനത്തേക്ക് എൻ്റെ ഈ ജീവിതത്തിൽ ഞാനൊന്നും മത്സരിക്കുകയില്ല. അപ്പം ആ പാർലമെന്ററി മോഹമില്ലാത്ത എനിക്ക് പലതും തുറന്ന് പറയേണ്ടി വരും, പറയിക്ക് എന്നെ കൊണ്ട് പറയിക്കുകയും ചെയ്യുന്നു. അപ്പോൾ ആ പറയുക എന്നുള്ള കടമയാണ് എനിക്കുള്ളത്. അല്ലാതെ ഒത്തു പറഞ്ഞ് ഉള്ളത് വാങ്ങാറില്ല. ഇല്ലായ്മ, ഈ സമുദായത്തിൻ്റെ ഇല്ലായ്മയില്ല പറഞ്ഞല്ലേ, നമുക്ക് ഇല്ലായ്മ ഒരുപാട് ബാക്കിയുള്ളവരെല്ലാം കൊണ്ടുപോകും. ഇത് തുറന്നു പറഞ്ഞത് ജനം അംഗീകരിക്കുന്നു എന്നുള്ളതാണ്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പ്, ഉപതെരഞ്ഞെടുപ്പ് വന്നപ്പോൾ വടക്ക് എവിടെയാണ് അവിടെ സ്ഥലത്തിൽ അരുവിക്കര കണ്ടത് എന്താണ്? ആ അരുവിക്കര കണ്ടതിൻ്റെ സത്യം ഇന്ന് വൈകിയാണെങ്കിലും കാലം കഴിഞ്ഞിട്ടാണെങ്കിലും കാര്യം പറയാൻ ഉള്ള തൻ്റെ ഇടം അദ്ദേഹം കാണിച്ചു എന്നുള്ളത് നമുക്ക് അഭിനന്ദിക്കാം. കാരണം അദ്ദേഹം എന്താ പറഞ്ഞത്? മതനിരപേക്ഷ ഒരു വല്ലതും മനസ്സിലായ അറിയാമോ എന്താ അർത്ഥം? ആളുകളെ കളിപ്പിക്കുക. അതായത് ഞങ്ങൾ പള്ളിക്കൂടത്തിൽ പഠിക്കുന്ന കാലത്ത് എൻ്റെ പള്ളിക്കൂടത്തിൽ മാധവ് സാറുണ്ടായിരുന്നു. സാറെന്ന് വെച്ചാൽ പുസ്തകത്തിന് വെച്ചാൽ അപ്പോൾ ഇംഗ്ലീഷിൽ പറയാൻ പറയും. ഉള്ളിയെ പറയാം, എടാ എഴുതില്ല നിന്ന് സോ ബട്ട് കുട്ട് ബിക്കാസ് എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷ് ആകില്ല. സോ ബട്ട് കുട്ട് ബിക്കാസ് എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷ് ആകില്ല. ഇത് ഇംഗ്ലീഷിൽ ചില വാചകങ്ങൾ മാത്രമാണ്. മതം, നിരപേക്ഷ എന്നൊക്കെ പറഞ്ഞ ഇതൊക്കെ ചില വാക്കുകളാണ്. അപ്പൊ ഇംഗ്ലീഷിലെ ചില വാക്കുകളാണ്. ഇത് ചേർക്കേണ്ടടുത്ത് ചേർത്ത് മനുഷ്യന് മനസ്സിലാകാവുന്ന രീതിയിൽ പറഞ്ഞാലേ അത് ഇംഗ്ലീഷ് ആകും എന്ന് പറഞ്ഞതുപോലെ മതനിരപേക്ഷ. ഞാൻ വിചാരിച്ച് മതം ഇപ്പോഴത്തെ നീര കഴിക്കാൻ വേണ്ടിയിട്ട് മതക്കാരുടെല്ലാം അപേക്ഷിക്കുന്നതാണ് മതനിരപേക്ഷ എന്ന് ഞാൻ വ്യാഖ്യാനിച്ചത്. നമ്മുടെ ചെത്തുകാരൻ കള്ളാണെന്ന്, ന്യൂനപക്ഷങ്ങൾ ചെത്തിയാൽ അത് നീരായാണ്. അവർ നീര ടെക്നീഷ്യനാണ്, ഒരു ചെത്തുകാരെന്ന് പറയാൻ പാടില്ല. അപ്പൊ മതനിരപേക്ഷ എന്ന് പറഞ്ഞാൽ മതക്കാർ പറയുന്നു. അതായത് ആരാണ് മതക്കാർ? നമ്മളാരും അല്ല. ഇവിടെ ക്രിസ്ത്യാനി മുസ്ലിം പറയുന്നു. അതായത് മതക്കാർ പറയുന്നു നിങ്ങൾ നീര കഴിക്കണമെന്ന് അവർ അപേക്ഷിക്കുകയാണ്. അതാണ് മതനിരപേക്ഷ എന്ന് ഞാൻ പറഞ്ഞാൽ അത് നിങ്ങൾ വിശ്വസിക്കും. അങ്ങനെ മനുഷ്യനൊന്നും മനസ്സിലാകാത്ത കുറെ വാചകങ്ങൾ ഇങ്ങനെ അടിച്ച് നമ്മുടെ തലയിൽ കയറി ഇരുന്ന് കൈയടിക്കും. കേട്ടവനും മനസ്സിലായിട്ടില്ല, പറഞ്ഞവനും മനസ്സിലായില്ല, കൈയടിച്ചവനും മനസ്സിലായിട്ടില്ല. ഇങ്ങനെ വന്ന് ഇതൊരു കളിപ്പിക്കൽ നാണയമാണ്, മനുഷ്യനെ കളിപ്പിക്കുന്ന ഒരു നാണയമാണ് എന്ന് SNDP 10-18 കൊല്ലമായിട്ട് പറയല്ലേ. ഈ രാജ്യത്ത് ഭൂരിപക്ഷ സമുദായത്തിന്റെ തകർത്തുകൊണ്ട് ന്യൂനപക്ഷ സമുദായത്തിന് അധികാരങ്ങളെല്ലാം കൊടുത്തുകൊണ്ടിരിക്കുന്നു, സമ്പത്ത് കൊടുക്കുന്നു, വിദ്യാഭ്യാസ നീതി, രാഷ്ട്രീയ നീതി ഉൾപ്പെടെയുള്ള സാമ്പത്തിക നീതി എല്ലാം
കൊടുത്തുകൊണ്ടിരുന്നപ്പോൾ തകർന്നത് ഭൂരിപക്ഷ സമുദായമാണ്. അപ്പൊ ന്യൂനപക്ഷം ഇപ്പൊ ഭൂരിപക്ഷമായി കഴിഞ്ഞു. എന്നിട്ട് പോലും ന്യൂനപക്ഷമായി കിടക്കുന്നു എന്ന സത്യം പറയാനുള്ള ആരുമില്ല. പക്ഷെ AK ആന്റണി പണ്ടെന്ന് പറഞ്ഞു, അദ്ദേഹത്തിന് പണിയും പോയി. ഇവിടുന്ന് കേരള രാഷ്ട്രീയം വേണ്ടി വന്നു. അദ്ദേഹം പണ്ട് പറഞ്ഞില്ലേ, ഈ രാജ്യത്ത് ന്യൂനപക്ഷങ്ങൾ അർഹതപ്പെട്ടതിലേറെ അവകാശങ്ങൾ വാങ്ങുന്നു ഭൂരിപക്ഷത്തിന് അഭിപ്രായമുണ്ട്. അതിൽ കുറെ ശരിയുണ്ടെന്ന് പറയുമ്പോൾ ഇവിടുത്തെ ന്യൂനപക്ഷ സമുദായങ്ങൾ എന്താണ് ചെയ്തത്? അദ്ദേഹം കടന്നാക്രമിക്കുകയാണ് ചെയ്തത്. മാത്രമല്ല കേരള രാഷ്ട്രീയത്തിൽ നിന്ന് രാജിവെച്ച് ഇവിടുന്ന് പോകേണ്ട ദുരവസ്ഥ ഉണ്ടാക്കി. അത് തന്നെയാണ് കാലം കഴിഞ്ഞപ്പോൾ എന്ന് കാലൻ രാജേന്ദ്രൻ കാലം കഴിഞ്ഞപ്പോഴാണ് കാലൻ രാജേന്ദ്രൻ കാര്യം മനസ്സിലാക്കി പറയുന്നു. മതനിരപേക്ഷ എന്ന് പറഞ്ഞുകൊണ്ട് മതശക്തിക്കുള്ള സഹായം കൊടുക്കുകയല്ല, ഇവിടെ ഭൂരിപക്ഷ സമുദായങ്ങൾക്ക് കൂടി നീതി ധർമ്മം കൊടുക്കുവാൻ ഇവിടെ തയ്യാറാകുന്നില്ല. ഇത് നാം കാണണം, അത് തിരുത്തണം എന്ന് CPIയുടെ സമുന്നതനായ നേതാവ് കാലൻ രാജേന്ദ്രൻ പറയുമ്പോൾ 10-18 കൊല്ലങ്ങൾക്ക് മുമ്പ് ഞാൻ പറഞ്ഞത് അംഗീകരിക്കപ്പെട്ട് കിട്ടിയെന്ന ഏറെ സന്തോഷം. ഇത് ഞാൻ അങ്ങ് തൃശ്ശൂരിരുന്നപ്പോഴാണ് ഈ കണ്ടതും കേട്ടത്. ഞാൻ മനസ്സുകൊണ്ട് വളരെ സന്തോഷിച്ചു. ഞാനിത് പറഞ്ഞ അന്നത്തെ എന്നെ എന്താ പറഞ്ഞത്? ഇവനോ ജാതിഭ്രാന്തൻ, ഇവ മായെടുത്ത ജാതിയെ പറയുന്നു. ഗുരു ജാതിയെ പറഞ്ഞിട്ടില്ല. അപ്പൊ ഗുരുവിനെ മുമ്പിക്കൊണ്ടിരുന്നു. ജാതി 24 മണിക്കൂറും പറയുക, അത് മാത്രം ശ്വസിക്കുകയും ഉച്ഛ്വസിക്കുകയും ചെയ്യുന്നവര് ജാതി പറഞ്ഞ മിണ്ടത്തില്ല. അങ്ങനെ കേരള രാഷ്ട്രീയം ഇന്ന് ഇത്തരം കലുഷിതമാക്കിയത് ആരാണ്? നമ്മളാണ്. സാമൂഹ്യ നീതി വേണമെന്നാണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത്. നമ്മുടെ ദുഃഖങ്ങളും ദുരിതങ്ങളും ഉദ്യോഗസ്ഥ മേഖലയായാലും രാഷ്ട്രീയ മേഖലയായാലും വിദ്യാഭ്യാസ മേഖലയൊക്കെ മണ്ണെന്ന് പറഞ്ഞില്ല. ശരിയല്ലേ? നിഷേധിക്കാൻ നോക്കൂ ആർക്കെങ്കിലും? വെട്ടി നിരത്തി ഈഴവൻ ഇപ്പൊ എവിടെ? അപ്പൊ അടവ് നയം വന്നത്. അപ്പൊ വന്ന് ഈ അടവ് നയത്തിൽ രക്തസാക്ഷിയായതാണ്. ഇപ്പൊ പശ്ചിമബംഗാളിൽ തന്നെ എന്താ കോൺഗ്രസും കമ്മ്യൂണിസ്റ്റും കൂടെ ചേരുകയാണ് രാഷ്ട്രീയം. ഇവിടെ നിന്ന് കുത്തിപിടിച്ച് വഴക്ക് പിടിക്കുന്ന കേരളത്തിൽ പാർലമെന്റിൽ പോയ കോൺഗ്രസും കമ്മ്യൂണിസ്റ്റും അവിടെ വന്നാണ്. ഇവിടെ പാവങ്ങളെല്ലാം നമ്മളെല്ലാം തമ്മിൽ തല്ലി രക്തസാക്ഷി മണ്ഡപം ഉണ്ടാക്കി എല്ലാ പാർട്ടികൾക്കും BJPക്കും കോൺഗ്രസും കമ്മ്യൂണിസ്റ്റും എല്ലാം ഉണ്ടാക്കി കൊടുക്കുന്നു. നമ്മൾ എത്ര പുഴജോന്മാരാണ്. ഇതാണ് രാഷ്ട്രീയത്തിന്റെ അടവ് നയം. ഞാൻ പണ്ടേ പറയുള്ളൂ, ഇവിടെ നീതി നടക്കുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും കോൺഗ്രസും ഒന്നിച്ചതല്ലേ. എന്നാലേ ഈ വർഗീയ രാഷ്ട്രീയം അവസാനിപ്പിക്കാൻ പോകുന്നു. അതിനൊന്നും ആരും തയ്യാറല്ല. മതശക്തിയിൽ പ്രോത്സാഹിപ്പിക്കുന്ന നയല്ലേ ഇവിടെ മുഴുവൻ നടക്കുന്നത്. വന്നു കേരള രാഷ്ട്രീയത്തിൽ ഈഴവന് എന്ത് പ്രസക്തിയുണ്ട്? അവനെ ആർക്ക് വേണം? ഈ സ്ഥിതി ഉണ്ടാകാൻ കാരണം എന്താണ്? പണം ആർക്ക്? അവരുടെ മണി പവറും മാൻ പവറും മസിൽ പവറും ഇന്ന് ന്യൂനപക്ഷത്തിൽ വന്നപ്പോൾ അത് ഇവിടുത്തെ രാഷ്ട്രീയക്കാർ അവരിൽ നിന്നെല്ലാം വാങ്ങി ആസ്വദിച്ചപ്പോൾ ഈഴവരാതെ പിന്നോക്ക സമുദായം ആർക്കും വേണം. അവൻ വോട്ടിന് പോലും ഒരു വിലയില്ല. അവൻ വന്നോളൂ എന്നുള്ള അഹങ്കാരം, അതാണ് അരുവിക്കര കിട്ടിയ അഹങ്കാരത്തിന് കിട്ടിയ കനത്ത അടിയാണ് അവിടെ കിട്ടിയത്. നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ. അവിടെ വോട്ട് കോൺഗ്രസിന് കൂടുതൽ കിട്ടിയോ? കമ്മ്യൂണിസ്റ്റുകാരന് കൂടുതൽ കിട്ടിയോ? കോൺഗ്രസ്സുകാരന് കാർത്തികന്ന് കിട്ടിയ വോട്ട് കിട്ടിയുള്ളൂ. അത് മുഴുവൻ ആരുടേതാണ്? PC ജോർജ് പറഞ്ഞു 15,000 നാടാർ സമുദായം. ഇവിടെ നാടാർ നമ്മൾ ആരാണ്? നാടാർ മുഴുവൻ ക്രിസ്ത്യന്മാരാണ്. ഈഴവനാണ് ഇല്ല. എന്തോ നാടാർ പോയി. കുറച്ചവിടെ ഈഗിളി ഉണ്ടായിരുന്നു, ഈഴവ ക്രിസ്ത്യാനി. അവനും പോയി. ഉമ്മൻചാണ്ടി വലിയൊരു സഹായം ചെയ്ത് കൊടുത്തു. ജാതി സർട്ടിഫിക്കറ്റ് കൊടുക്കാനുള്ള അധികാരം പള്ളിക്ക് കൊടുത്തു. ചെൽവരാജിൽ നിന്ന് മത്സരിച്ചപ്പോൾ പള്ളിയുടെ ഡിമാൻഡ് ഏതായിരുന്നു? ജാതി സർട്ടിഫിക്കറ്റ് കൊടുക്കാൻ പള്ളിക്ക് അച്ഛന് അധികാരമാണ്. ഒരു ജീവിതമൊക്കെ കൈ കൊടുത്തു. ഈ രാജ്യത്ത് ആരെങ്കിലും ഇടതും വലതും കമ്മ്യൂണിസ്റ്റുകാരനോ നാച്ചുറലുകാരനോ ആരെങ്കിലും വേണ്ടിയോ? ഇപ്പോഴും എൻ്റെ ഇരിപ്പിടാ കോപ്പി കൊടുത്തപ്പോൾ എന്ത് പറ്റി? ബാക്കിയുള്ളവരെല്ലാം മതം മാറിയാലും സംവരണത്തിന് ആനുകൂല്യം കിട്ടുകയല്ലേ. നമ്മുടെ ഉണ്ടായ സകല ഹിന്ദുക്കളും ക്രിസ്ത്യാനിയായി മാറി. പേര് കേട്ട രാമനും ഗോവിന്ദനും കൃഷ്ണനും ഒക്കെ ക്രിസ്ത്യാനിയാണ്.
ഇപ്പൊ തന്നെ നാടാറെന്നുള്ള സ്പീക്കറാണ് ശക്തൻ നാടാറെന്ന് കേട്ടാൽ തോന്നുന്നു ഹിന്ദുവാണ്. ഒന്നാം തരം പുരുഷാണ്, ക്രിസ്ത്യാനിയാണ്. അപ്പോൾ അങ്ങനെ വന്ന് അവിടെ ഉണ്ടായിരുന്ന 15,000 കൂടെ ഉണ്ടെന്ന് പറഞ്ഞ് BC ചോദിച്ചതെന്ന് അവസാനം BC പീസായി എന്ന് മാത്രമല്ല നോട്ടായുടെയും താഴെ. ഇതെല്ലാം ആരും കൊണ്ടുപോയി അങ്ങോട്ട്. ഉമ്മൻചാണ്ടി ഏതാണ്ട് 25,000 ആളുകളാണ് കുടുംബ യൂണിറ്റ് വഴിയാണ് നേരെ കണ്ടത്. പിണറായി പോയി കണ്ടു. പുള്ളി കണ്ടതാണ് കുഴപ്പവും പറ്റിയെന്ന് തോന്നുന്നത്. രണ്ടുപേരും മത്സരിച്ച് ജനത്തെ കണ്ടു. കിടപ്പിപ്പം എങ്ങനെ ഇരിക്കുന്നു? കമ്മ്യൂണിസ്റ്റുകാരും പറഞ്ഞ് ഞങ്ങൾക്ക് പഴയതുപോലെ കിട്ടിയത്. വീട്ടിൽ കിടന്നുറങ്ങി ഓരോ ഇത്ര വോട്ടങ്ങനെ കിട്ടി. ആദ്യം 7,000 വോട്ടാണ് അദ്ദേഹത്തിന് കിട്ടിയത്. പിന്നത്തെ തന്നെ 14,000. ഇത്തവണ വന്നപ്പോഴത്തേക്ക് അദ്ദേഹത്തിന് കിട്ടിയ വോട്ട് 34,000 വോട്ടിലേക്ക് കുതിച്ചു ചാടി. പ്രത്യേകിച്ച് 19,000 വോട്ട് പുതുതായി ഇവിടെ ചേർത്തിടുന്നു. ആ വോട്ട് എവിടെ പോയി? അതിൻ്റെ അർത്ഥം ഇന്നൊഴുക്ക് ഇടതുപക്ഷ പ്രസ്ഥാനത്തിലായാലും തിരക്കേടില്ല, വലതുപക്ഷ പ്രസ്ഥാനത്തിലായാലും തിരക്കേടില്ല. ഇന്നത്തെ യുവജനത വിഭാഗങ്ങൾ, പുത്തൻ തലമുറ ഈ രാഷ്ട്രീയത്തിൽ നിന്നുള്ള മടുത്തു. ഇരു മുന്നണികളിലും ഈ രാജ്യത്ത് മനുഷ്യർ ഒരു ഗുണവും ചെയ്യുന്നില്ല. അവസരവാദ രാഷ്ട്രീയം, ആദർശ രാഷ്ട്രീയം മരിച്ചു. അവസരവാദ രാഷ്ട്രീയം മാത്രം കൈമുതലായിക്കൊണ്ട്, സാമ്പത്തിക ലാഭം മാത്രം മുതലെടുത്തുകൊണ്ട്, വോട്ട് ബാങ്കുകളെ മാത്രം തൃപ്തിപ്പെടുത്തിക്കൊണ്ട് ഇവിടുത്തെ ന്യൂനപക്ഷങ്ങളെ പ്രീണിപ്പിച്ച് ഭൂരിപക്ഷത്തെ പീഡിപ്പിച്ച് തകർത്തരച്ചുകൊണ്ടിരിക്കുന്ന ഈ അവസ്ഥയിൽ ഇതിനൊരു മാറ്റം അനിവാര്യമാണെന്നുള്ള തോന്നലോടുകൂടി ജനം ഒഴുകി മാറി. അപ്പോൾ ആര് തോറ്റു? തോറ്റതാര്? കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ പ്രഗത്ഭനും മിടുമിടുക്കനുമായിരുന്നു നിർത്തിയ സ്ഥാനാർത്ഥി. അദ്ദേഹം തോറ്റു. സാങ്കേതികമായി അത്യന്തം ജയിച്ചു. യഥാർത്ഥത്തിൽ ജയിച്ചത് ആരാണ്? BJP ജയിച്ചു. കാരണം LDFന് ഒരു ഡസൻ ഘടകകക്ഷികളുണ്ട്, UDFന് ഒരു ഡസൻ ഘടകകക്ഷികളുണ്ട്. രണ്ട് ഘടകകക്ഷി, ഒരുപാട് ഘടകകക്ഷികളുടെ പിൻബലത്തിൽ നിന്നാണ് ഈ രണ്ട് മുന്നണിയും മത്സരിച്ചെങ്കിൽ BJPക്ക് ഒറ്റയ്ക്കാണ് അവർ മത്സരിച്ചത്. അപ്പോഴാണ് ഓരാജമാനത്തിന് വോട്ട് കിട്ടിയെങ്കിൽ ഏകകക്ഷി ഏറ്റവും കൂടുതൽ വോട്ട് മേടിച്ചത് BJP ആയി മാറിയെങ്കിൽ BJPയുള്ള ഇഷ്ടം കൊണ്ടല്ല, നോട്ടായി വോട്ട് ചെയ്യാൻ കഴിഞ്ഞിട്ട് BJPക്ക് വോട്ട് ചെയ്തുകൊണ്ട് ആ ജനത്തിന്റെ വികാരത്തിന്റെ ആ വിദ്വേഷം അവിടെ പ്രകടിപ്പിക്കുകയാണ് ചെയ്തത്. ഇത് എത്രയോ കൊല്ലങ്ങളായി ഞാൻ പറയുന്നത്. ഇവിടെ മതശക്തികളെ പ്രകടിപ്പിക്കാൻ മാത്രം ഇടത് വലത് രാഷ്ട്രീയക്കാർ പരസ്പരം മത്സരിച്ചപ്പോൾ ഒരു ഭൂരിപക്ഷ സമുദായം മുഴുവൻ അടിച്ചമർത്തപ്പെട്ട, അവകാശം നിഷേധിക്കപ്പെട്ട ജനലക്ഷങ്ങൾ ഈഴുവരാതെ പിന്നോക്കം, അവനെ പിന്നോക്കം എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവരും തള്ളുകയാണ്. ഇതിനൊരു മാറ്റം അല്ലെങ്കിൽ മാറി ചിന്തിക്കാൻ തയ്യാറാകാത്ത രാഷ്ട്രീയ കക്ഷികൾ കാലഘട്ടത്തിന്റെ പുറകോട്ട് തള്ളുന്ന ഒരവസ്ഥ ഉണ്ടാകുമെന്ന് ഇത്രയും നാളുകളായി ഞാൻ പറയും. അപ്പോഴൊന്നും നമ്മുടെ പറച്ചിലെല്ലാം ഇവിടുത്തെ ഇരു മുന്നണികളും പൊല്ലു വിലയാണ് കൽപ്പിച്ചത്. SNDP പറഞ്ഞാലോ വിചാരിച്ചാലും ഒരു ചുക്കും നടക്കാൻ പോകുന്നില്ല. പക്ഷെ ഇപ്പം മറിച്ച് ചിന്തിക്കാനും SNDP ആണ് ഇതെല്ലാം കലക്കിയതെന്ന് പറയാനും ഇന്നിപ്പോൾ ഇരു മുന്നണികളും തയ്യാറാകുന്നു. അതാണ് വർത്തമാനകാലത്ത്. നമുക്കാരോടും വിരോധമോ വിദ്വേഷമില്ല. ഒരു പാർട്ടിയോ മാലല്ല ചൂലല്ല. നമുക്കൊരു നീതി തരണ്ടേ? നിങ്ങളൊന്ന് ആലോചിച്ച് നമുക്ക് എന്ത് തരുന്നുണ്ട്? വീടില്ലാത്തവർക്ക് വേണ്ടി വീട് വേണമെന്ന് പറഞ്ഞ് നിങ്ങളെല്ലാം സമരം ചെയ്തല്ല. നിങ്ങളെ വിളിച്ചെടുത്തി എന്നാ കുറെ വീട് നിങ്ങൾക്ക് തരാം എന്ന് പറഞ്ഞ് ഏതെങ്കിലും പാർട്ടി നിങ്ങൾക്ക് വന്നോ? പടിഞ്ഞാറ് മുഴുവൻ ജാതിയുടെ അടിസ്ഥാനത്തിൽ വീട് കൊടുക്കുകയല്ലേ? ആ തൊഴിലിന്റെ അടിസ്ഥാനത്തിൽ വീട് കൊടുക്കുമ്പോൾ നിങ്ങൾ അമ്പലപ്പുഴ യൂണിയൻ, ഈ വില്ലേജ് ഓഫീസ് ഉൾപ്പെടെ എത്രായിരം ആളുകൾ പങ്കെടുത്തുകൊണ്ടാണ് ജാതിയും മതവും ഒന്നും നോക്കാതെ വീടില്ലാത്തവർക്ക് വീട് കൊടുക്കുക എന്ന അപേക്ഷയുമായി പ്രക്ഷോഭണം നടത്തിയിട്ട് ആലുവ മണപ്പുറത്ത് വെച്ച് പോലും കണ്ടതായി ഭാവിക്കുക. നിങ്ങളെ ഇരുത്തി ചിന്തിക്കുക ചെയ്തു. ആ പാട്ടിൽ പണമെല്ലാം പള്ളി കൊണ്ട് കൊടുത്ത് അവരുടെ സൊസൈറ്റി വഴി പണം വീട് വയ്ക്കാൻ ഇവിടുത്തെ പാവങ്ങൾക്ക് കൊടുത്ത സംസ്കാരം എന്ത് സംസ്കാരമാണ്? ആരെങ്കിലും പറയുന്നുണ്ടോ? മിണ്ടുന്നുണ്ടോ?
അവനുണ്ടാക്കിയ ഒരു ഡൂപ്പ് സൊസൈറ്റി. ആ സൊസൈറ്റിയെ കൊണ്ട് സർക്കാർ ഖജനാവിന് പണം അങ്ങോട്ട് ഇട്ട് കൊടുക്കുകയാണ്. അപ്പൊ നാളെ അതിന് യേശു ഭവനം എഴുതി വയ്ക്കും. അപ്പൊ യേശു നന്നാണെന്ന് പറയും. പക്ഷെ സർക്കാർ കൊടുത്ത കാശ് കൊണ്ടാണ് ആ സൊസൈറ്റി പണിത്, ആ കെട്ടിടം പണിത്. ഇങ്ങനെ എന്നും നമ്മൾ കബളിപ്പിക്കുക. ഇതിനൊരു മാറ്റം വേണ്ടേ? നമുക്കതിന് ശക്തമായി പ്രതികരിക്കാനും പ്രതിഷേധിക്കാനും പറയാനും സാധിക്കണ്ടേ? അത് പറയാൻ ഉള്ള നാവായി SNDPO നിൽക്കണ്ടേ? നമുക്കിന്ന് കിട്ടിയത് ഈ രാഷ്ട്രീയക്കാരും തന്നതാണോ? സംവരണം തന്ന ഇവരാണോ? സഞ്ചാര സ്വാതന്ത്ര്യം തന്ന ഇവരാണോ? പ്രതിഷ്ഠിക്കാനുള്ള അവകാശം തന്ന ഇവരാണോ? ക്ഷേത്ര പ്രവേശനമുള്ളവരെ ഇവർ നിന്നാണോ? ഇവിടുത്തെ രാഷ്ട്രീയക്കാരെ ഈ 65 കൊല്ലത്തെ അവരുടെ പാരമ്പര്യം പരിശോധിച്ച് നോക്കിയാൽ ഇഴുവനും പിന്നോക്ക വിഭാഗത്തിനുമായിട്ട് എന്ത് പരിഗണന തന്നുകൊണ്ട് അവരെ സംരക്ഷിക്കാൻ എന്ന് പറയട്ടെ. പക്ഷെ ന്യൂനപക്ഷം എന്നാണ് പേര് പറഞ്ഞുകൊണ്ട് ഇവിടുത്തെ ക്രിസ്ത്യൻ മുസ്ലിം സമുദായങ്ങൾക്ക് വേണ്ടി കോടാനുകൂടി രൂപ ഖജനാവിൽ ചോർത്തി കൊടുക്കും. അതിന് മിണ്ടാനാറുണ്ടോ? ഇടുക്കി ആര് ഭരിക്കണമെന്ന് ഞാൻ തീരുമാനിക്കും എന്നൊരു തിരുവേനി പറഞ്ഞിട്ട് പോലും ഒരാള്, ഒരു രാഷ്ട്രീയക്കാരൻ, ഒരു പൊട്ട രാഷ്ട്രീയക്കാരൻ പോലും താൻ പറഞ്ഞത് ശരിയായില്ല തിരുവേനി എന്ന് പറയാൻ ആരും തയ്യാറായി? ഒരു തിരുവേനി പറയാം. 34% ഇടുക്കിയിൽ ക്രിസ്ത്യാനി മൊത്തമുള്ളത്. പെന്തിക്കോസ്ത് ആയാലും പ്രൊട്ടസ്റ്റന്റ് ആയാലും CSI ആയാലും എല്ലാം കൂടെ. അതിൽ ഒരു വിഭാഗത്തിന് മാത്രം തിരുവേനി പറയാണ് ഇവിടെ ഭരിക്കേണ്ടത് ആരാണെന്ന് ഞാൻ തീരുമാനിക്കും എന്ന് പറഞ്ഞിട്ട് പോലും അതിനൊരു മറുപടി പറയാനായിട്ട് നിങ്ങൾ പറഞ്ഞത് ശരിയായില്ല. ഒരു മത നേതാക്കാവായ താങ്കൾ, പ്രത്യേകിച്ച് ക്രിസ്തുദേവന്റെ അനുയായ താങ്കൾ തന്നെ കൊണ്ട് തന്റെ അയൽക്കാരനെ സ്നേഹിക്കണം എന്ന് പറഞ്ഞ ഗുരു യേശുദേവന്റെ അനുയായി ഇങ്ങനെ പറയുന്നെന്ന് പറയാൻ ഇവിടുത്തെ ഒറ്റ രാഷ്ട്രീയക്കാരുടെ നാവ് പൊങ്ങില്ല. കാരണം അവർക്ക് ഭയമാണ്. അവർ കോട്ടാ വേണ്ടത്. ഇങ്ങനെ ഭയന്ന് കാര്യം പറയാതെ വന്നപ്പോൾ തകർന്നതായി നമ്മളെ തകർത്തു. ഇവിടുത്തെ രാഷ്ട്രീയ നേതൃത്വങ്ങളെല്ലാം തകർത്ത് തരിപ്പണമാക്കിയത് ഈഴവരാതി പിന്നോക്ക സമുദായങ്ങളെയാണ്. അവർക്കൊരു ആവശ്യങ്ങളോ അവസരം കേൾക്കാനോ പരിഹരിക്കാനോ ചർച്ച ചെയ്യാനോ ഒന്നും തയ്യാറാകുന്നു. മാത്രമല്ല ഞാൻ പറഞ്ഞേ, ഞാൻ വിളിച്ചു കളക്ടറെങ്കിലും വിളിച്ചെന്ന് സംസാരിക്കാൻ മിണ്ടില്ല. എന്താണ്? നമ്മുടെ വോട്ടിന് വിലയില്ല എന്ന് കൽപ്പിച്ചുകൊണ്ട് നിങ്ങൾ നടത്തിയ സമരങ്ങളും അതുപോലെ എന്തെല്ലാം കാര്യങ്ങൾ അവതരിപ്പിച്ചു. തല്ലുകിട്ടി പിരിഞ്ഞല്ലേ ഉള്ളത്. ഇവിടെ തന്നെ പിന്നോക്കക്ഷേമ വകുപ്പ് രൂപീകരിക്കുകയാണ്. സമരം ചെയ്തിട്ടല്ലേ കിട്ടിയത്. ആ സമരം ചെയ്തത് തല്ലുകൊണ്ട് വേണ്ടി വന്നില്ലേ? എന്നെ അറിഞ്ഞു തന്നോ? ബാക്കിയുള്ള മുന്നോക്ക സമുദായത്തിന് കോർപ്പറേഷൻ കൊടുക്കാൻ ഒരു തല്ലും ആരും കൊണ്ടില്ലല്ലോ. ഇവരൊപ്പിട്ട് കൊടുത്തില്ലേ എല്ലാം? മറ്റു സമുദായങ്ങൾക്ക് എന്തെല്ലാം ആനുകൂല്യം അവരുടെ കുട്ടികൾക്ക് കൊടുക്കുന്നു, നമുക്ക് തരുന്നുണ്ടോ? ഈ ഇല്ലായ്മയുടെ എല്ലാം നേരിടുന്ന ദുഃഖങ്ങളുടെ എല്ലാം അനുഭവിക്കുന്നതിൻ്റെ ആൾരൂപങ്ങളായി മാറുമ്പോൾ ആ ആൾരൂപങ്ങളെന്നും ഇതെല്ലാം കൊണ്ടും മേടിച്ചും സഹിച്ചുകൊണ്ട് നിൽക്കുമെന്ന് ആരും കരുതുന്നു. അവരെപ്പോഴും ജാതിയുടെ പേരിൽ നീതി നഷ്ടപ്പെട്ടാൽ ജാതിയുടെ പേരിൽ തന്നെ സംഘടിച്ചുകൊണ്ട് അവർ മുന്നോട്ട് വരും. ജാതി വിവേചനമാണ് ജാതി ചിന്ത ഉണ്ടാക്കുന്നത്. ഈ രാജ്യത്ത് എല്ലാവർക്കും നീതി കൊടുക്കണം, സാമൂഹ്യ നീതി. അത് നമുക്ക് തരാതെ വരുമ്പോഴാണ് നമുക്ക് ജാതി പറയേണ്ടി വരുന്നത്. ജാതി എന്ന് പറയുന്നത് സത്യമാണ്. ആ സത്യം എൻ്റെ അമ്മ ദേവകി ആയതുകൊണ്ടാണ് അമ്മ പ്രസവിച്ചപ്പോൾ അമ്മ 70 ആയിരുന്നു. അതുകൊണ്ടാണ് ഈഴവനായ നടേശൻ നിങ്ങളുടെ വന്നത്. അങ്ങനെ ഒരു നടേശനായതുകൊണ്ടാണ് ജനറൽ സെക്രട്ടറി ആയത്. എൻ്റെ അമ്മ മത്തായി ആയിരുന്നു, മറിയാമ്മയായിരുന്നെങ്കിൽ ഞാൻ മത്തായി ആകും. ഈ മത്തായിനെ നിങ്ങൾ ജനറൽ സെക്രട്ടറി ആക്കുമോ? അപ്പൊ നമ്മൾ വല്ലതും പറയാം ഉടനെ ഏറ്റുപിടിച്ച് ജാതി പറഞ്ഞു എന്ന് പറയും. പക്ഷെ ഈ രാജ്യത്ത് നായർ ജാതി പറഞ്ഞു എന്ന് പറഞ്ഞ് ആരെങ്കിലും ആക്ഷേപിക്കുന്നു? നമ്പൂര് ജാതി പറഞ്ഞു എന്ന് ഏതെങ്കിലും ആരെങ്കിലും പറയുന്നു? ക്രിസ്ത്യാനി ജാതി പറയുന്നു എന്ന് പറയുമോ? മുസ്ലിം പറഞ്ഞു എന്ന് പറയുമോ? എപ്പോഴും ജാതി പറയുന്നു ഗുരുദേവനെ ഒപ്പി വെച്ചുകൊണ്ട് എന്നും തളർത്തുവാനും നോക്കുന്നത് SNDPO പ്രസ്ഥാനത്തെയാണ്. ഇതൊന്നും നടക്കുകയല്ല. ഇതിന് നാം നേരെ കാണും. ആ കാണുക മാത്രമല്ല, അതിനെതിരെ പ്രതികരിക്കാൻ നമുക്ക് സാധിക്കണം, പ്രവർത്തിക്കാൻ സാധിക്കണം. ഈ പ്രസംഗം മാത്രമല്ല, ഞാൻ 18 കൊല്ലം പ്രസംഗിക്കായിരുന്നു തന്നെ. കാലത്തിന് ഇപ്പോഴെങ്കിലും കാണാൻ സാധിച്ചില്ല. സത്യങ്ങൾ കണ്ടാൽ പോലും പറയാതിരുന്നു. ഇപ്പൊ കണ്ടപ്പോഴെങ്കിലും പറഞ്ഞു
കൊണ്ടപ്പോ മനസ്സിലായി. അത് നമുക്കേറെ സന്തോഷമായല്ലേ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഇപ്പൊ തന്നെ ഗൗരിയമ്മ മാതൃപേടകത്തിലേക്ക് പോകുന്നു. പോട്ടെ, നമുക്ക് ആർക്ക് തർക്കം, അത് അവരുടെ അഭിപ്രായം. അവര് പോകെ വരികയും ചെയ്യട്ടെ. ഇങ്ങനെ ആളുകൾ പോവുകയും വരികയും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആദർശ രാഷ്ട്രീയം ഇവിടെ ഉണ്ടോ? ഇത് മാറിയും മറിഞ്ഞുകൊണ്ട് നിൽക്കുകയാണ്. പിന്നെ അവിടെ പശ്ചിമ ബംഗാൾ കോൺഗ്രസ് കമ്മ്യൂണിസം, അവിടെ കമ്മ്യൂണിസം തോറ്റത് SNDP-കാരുകാരാണ്. അവിടെ SNDP ഇല്ല പശ്ചിമ ബംഗാളിൽ. അവിടെ തോൽപ്പിച്ചത് നമ്മളാണെന്ന് ആരും അവരെ പറയാൻ സാധിക്കുന്നു. അപ്പോൾ അവിടെ ഒരു ഐക്യം, ഇവിടെ ഒരു ഐക്യം, വേറെ. ഇതാണ് അടവ് നയം എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഞാനും ഒരു അടവ് നയം പ്രയോഗിച്ച്. അതാണ് തൊഹാടിയെന്ന് ഞാൻ കൈ കാണിച്ചത്. കൈ കാണിച്ചിട്ട് എൻ്റെ പൾസ് നോക്കാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, എൻ്റെ പൾസ് നോക്കി ഇതിന് പരിഹാരം ഉണ്ടാക്കുന്ന ആര്, അവരുടെ കൂടെ ഞാനും കൈ കൊടുക്കും എന്ന് പറഞ്ഞപ്പോൾ തൊഹാടിയെ വന്നപ്പോൾ പലർക്കും എന്താ ചോദിച്ചത്. അപ്പൊ മാന്യ അങ്ങനെ അല്പം ഇടപാടായപ്പോഴാണ്. അപ്പൊ മര്യാദക്കാർക്ക് കൂടെ സ്ഥാനമില്ല. തൊഹാടിയ വന്ന് എൻ്റെ ബ്ലഡ് പരിശോധിച്ചപ്പോൾ അതെൻ്റെ ബ്ലഡ് പരിശോധിക്കാനല്ല എന്ന് പറയുന്നത് ശരിയാണോ? എന്നാൽ ഇവരും വരട്ടെ, അത് വലുതാണ് കൊടുത്തെങ്കിൽ 2 കൈയും നീട്ടി എൻ്റെ ബ്ലഡ് പരിശോധിക്കാനോ പൾസ് നോക്കാനോ ഞാൻ ഒന്നും കൊടുക്കാം. ഇവരാരും വരുന്നുണ്ടോ? നമ്മളെ വിളിക്കുമോ? മിണ്ടുമോ? അതെന്താ നമുക്ക് നമ്മളോട് മാത്രം ഈ ഇത്ര അയിത്തം? അവർ കോളേജ് സ്ഥാപിച്ചേക്കാം. ഇടുക്കിയിൽ 5 മെഡിക്കൽ കോളേജ് കേരളത്തിൽ മൊത്തം സ്ഥാപിക്കാം എന്ന് പറഞ്ഞാൽ അത് വേണ്ട എന്ന് പറഞ്ഞാൽ കാലം കഴിയുമ്പോൾ ചരിത്രപരമായി ഞാൻ ചെയ്ത വലിയൊരു വ്യക്തിത്വമാണ് എന്ന് നിങ്ങളുടെ ഭാവി തലമുറ രേഖപ്പെടുത്തും. അതാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി പറഞ്ഞല്ലോ, ഇന്ത്യയുടെ പ്രസിഡന്റ് പ്രൈം മിനിസ്റ്റർ ആക്കണമെന്ന് ജ്യോതി ഭാസ്കരൻ തീരുമാനിച്ചിട്ട് അത് വേണ്ട എന്ന് പൊളിറ്റ് ബ്യൂറോ തീരുമാനിച്ചത് ചരിത്രപരമായ വലിയ ആന മണ്ടത്തരമായി പോയി എന്ന് പിന്നാലെ അവർ തീരുമാനിച്ചു. ആ തീരുമാനം മണ്ടത്തര തീരുമാനിച്ചിട്ട് കയറും വരുന്നുണ്ട്. സംഘം കൈവിട്ട് പോയില്ലേ? പക്ഷെ തീരുമാനം, പാർട്ടി നല്ല പാർട്ടിയാണ്, പക്ഷെ തീരുമാനം എടുക്കണമെങ്കിൽ 50 കൊല്ലം കഴിയണം. എങ്ങനെ വരുന്നതാണ്? അപ്പൊ തീരുമാനം എടുക്കാനുള്ള ആർജവം അതിനനുസരിച്ച് ഉയർന്ന മുമ്പ് പോകണ്ടേ? ഇത് പുറകെ പോയാൽ എങ്ങനെ നോക്കുക? അപ്പൊ ഞാൻ തൊഴിലാളിയായി കണ്ടു. ആ തൊഴിലാളിയെ ഇനിയും കാണണം. ആരും അധികാരമുണ്ടെങ്കിലല്ലേ എനിക്ക് എന്തെങ്കിലും ചോദിക്കാനുള്ളൂ. സ്ട്രീറ്റ് ബോയിയോട് ചോദിച്ചാൽ എനിക്ക് വല്ലതും കിട്ടുമോ? തരാൻ മനസ്സുള്ളവരോ, അല്ലെങ്കിൽ സമ്പത്ത് കൈയുള്ളവരോ, അല്ലെങ്കിൽ അധികാരമുള്ളവരോ, അല്ലെങ്കിൽ ഇവർക്ക് അധികാരമുള്ളപ്പോ ഇവരൊക്കെ ഒന്ന് വിളിക്കട്ടെ, നമ്മൾ ചെല്ലാന്ന് വിളിക്കണ്ടേ, തരണ്ടേ? ഇതൊന്നും തരാതെ മാറി നിന്നിട്ട് ചുറ്റും നിന്നിട്ട് കൊഞ്ഞനം കാട്ടുന്നത് എന്ത് മര്യാദയാണ്? ഈ രാജ്യത്ത് കള്ള് തീർന്നു, കൈത്തറി തീർന്നു, കശുവണ്ടി തീർന്നു, കൃഷി തീർന്നു, കയർഫാക്ടറി തകർന്നു. എന്താ വല്ല ആരെങ്കിലും ധാരണങ്ങളുണ്ട്? ഇവിടുത്തെ അടിസ്ഥാന വർഗത്തിൻ്റെതാണ്. ചെത്ത് ഇവിടെ പോയിപ്പോ ചെത്ത് വന്നിട്ട് പള്ളിയിൽ അച്ഛൻ പറയണതല്ലേ ഇപ്പൊ മധ്യനയം. അച്ഛന്മാർ പറഞ്ഞാണ് ഒരു നയം. ഇവിടുത്തെ ചെത്തുകാരന്റെ ചോരയെ ഊരും കൊണ്ടുവരുന്ന പ്രസ്ഥാനങ്ങൾ. ഇന്ന് അവന്റെ പ്രശ്നം വന്നപ്പോ എന്താ നിന്നുറങ്ങുന്നത്? ഇപ്പൊ നീര എന്ന് പറയുന്നത് വലിയൊരു ചതിവല്ലേ? ആ ചതിവ് കൊണ്ട് വരാൻ പോകുന്നത് ചെത്തുകാരെന്നൊരു വർഗമില്ലാതെ. അപ്പൊ നീരാ ടെക്നീഷ്യന്മാരെ കൊണ്ടുവിടെ നിറയും. ഈ നീരാ ടെക്നീഷ്യൻ ആരാ? ന്യൂനപക്ഷങ്ങളാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. 5 കൊല്ലങ്ങൾക്ക് മുമ്പ് അവർ പറഞ്ഞതല്ലേ തെങ്ങിയെത്താനുള്ള അവകാശം ഞങ്ങൾക്ക് തരണം. അത് നടപ്പിലാക്കിയാൽ മതി, ബുദ്ധിപരമായി നടപ്പിലാക്കി. ഇന്ന് അതിൻ്റെ രാഷ്ട്രീയ നേതാക്കന്മാർ പോലും, ജത്തൊഴിലാളികളുടെ നേതാക്കന്മാർ പോലും ഇന്ന് മിണ്ടലില്ല. അത് ശരിയല്ലെന്ന് പറയാനുള്ള നാക്ക് പോലും വരെ പോകുന്നില്ല. 1 ലിറ്റർ 30 രൂപ വെച്ച് തെങ്ങ് പാട്ടം കൊടുത്തുകൊണ്ട് ആ തെങ്ങ് പാട്ടം കൊടുത്ത് അപ്പോൾ ഒരു മാസം എത്ര രൂപയും അത്തരം കൊടുത്തുകൊണ്ട് വ്യവസായം നടത്താൻ ചെത്തുകാരൻ സാധിക്കുമോ? ചെത്താൻ സാധിക്കുമോ? അതോടെ അവൻ തീർന്നു, ആ വ്യവസായം തീർന്നു. 2 ചെത്തുകാരൻ പിന്നെ കുട്ടനാട്ടുകാരാണ്. കാര്യം യൂണിയനോട് പറഞ്ഞിട്ടും പ്രയോജനമില്ല. ഇതാണ് നമ്മളെ സംരക്ഷിക്കേണ്ട പലരും നമ്മൾ ശിക്ഷിക്കുക. കയർ വ്യവസായം ഇവിടെ കിടക്കുന്നു. അപ്പൊ നമ്മുടെ അടിസ്ഥാന വർഗത്തിന്റെ തൊഴിൽ മേഖലകൾ എന്നാൽ അവരെല്ലാം സംരക്ഷിക്കാൻ വേണ്ടി അവിടെ ഒരു പാക്കേജ് വയ്ക്കും. അവിടെ സംരക്ഷിക്കാൻ പൈസ കൊടുക്കുക. സാലോളി കമ്മിറ്റി, സച്ചാർ കമ്മിറ്റി ഉണ്ടാക്കി ഉള്ളവന് ഇഷ്ടംപോലെ കാശ് വാരി കൊടുക്കുമ്പോൾ ഇല്ലാത്ത ഈ അടിസ്ഥാന വർഗത്തെ കൂടി ഉയർത്തുവാനുള്ള കർമ്മങ്ങൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കാനുള്ള പരിഷ്കാരങ്ങൾ കൊണ്ടുവരണ്ടേ? അത് ഒരു മുന്നണിയും കൊണ്ടുവരുന്നില്ല. ഇങ്ങനെ വരുമ്പോഴാണ് ഇല്ലാത്തവന്റെ ദുഃഖം
ആ ദുഃഖമാണ് ചിലപ്പോഴെല്ലാം കിഴക്കുമായി മാവോയിസവും നക്സലിസവും ഉണ്ടാകുന്നു, അവനെയൊക്കെ എല്ലാം ഇപ്പൊ വെടിവെച്ച് തീർത്തരാം എന്നൊക്കെ പറഞ്ഞ് പത്രത്തിലൊക്കെ പല മന്ത്രിമാരും പറയുന്നുണ്ട്. ഇങ്ങനെ പോയാൽ ആരും വെടിവെച്ച് തീർക്കാൻ, അങ്ങനെ ഒരു നക്സലിനും ഒരു രാഷ്ട്രീയ അഭിപ്രായത്തെ വെടിവെച്ച് കൊല്ലുവാൻ സാധിക്കില്ല. ആ പ്രശ്നത്തിനുള്ള പരിഹാരം കാണുവാൻ ഉഭയകക്ഷികളുമായിട്ട് ചർച്ച ചെയ്തു. തലചായ്ക്കാൻ ഇടമില്ല. എന്തുകൊണ്ട് ഭൂപരിഷ്കൃത നിയമം വന്നപ്പോൾ എസ്റ്റേറ്റിൽ ഉൾപ്പെടുത്തിയില്ല? ആ എസ്റ്റേറ്റ് ഉൾപ്പെടുത്തിയിരുന്നുവെങ്കിൽ എത്രയും പാവങ്ങൾക്ക് തലചായ്ക്കാൻ ഇട കിട്ടുമായിരുന്നു. ഇവിടുത്തെ നിലം ഉൾപ്പെടുത്തി, കുട്ടനാടൻ പ്രദേശം ഉൾപ്പെടെയുള്ളത്, പുരയിടങ്ങൾ ഉൾപ്പെടുത്തി, എന്ത് എസ്റ്റേറ്റ് ഉൾപ്പെടുത്തിയില്ല? ഇതിന് ഉത്തരം പറയാൻ ഇന്നുവരെ ആരെങ്കിലും തയ്യാറായിട്ടുണ്ടോ? അത് മായം ചേർത്തു. ആ മായം ചേർത്തിന്റെ പരിണിത ഫലമാണ് ഇന്ന് തലചായ്ക്കാൻ ഇടമില്ലാത്ത മലയോര പ്രദേശത്ത് പാവങ്ങള് തോക്കെടുക്കേണ്ട അവസ്ഥയിലേക്ക് എത്തിയെങ്കിൽ ജനാധിപത്യത്തിന്റെ ഭരണത്തിന്റെയും പരിഷ്കാരത്തിന്റെയും പരാജയമാണ്. അത് പരാജയം മനസ്സിലാക്കി പ്രവർത്തിക്കുവാൻ ഇവിടുത്തെ രാഷ്ട്രീയ നേതൃത്വം തയ്യാറാകേണ്ടത്. ഇത് തയ്യാറാകാതെ വരുമ്പോഴാണ് ഈ വേദനിക്കുന്നവന്റെ ശബ്ദമായി, ശബ്ദമില്ലാത്തവന്റെ ശബ്ദമായി SNDPO പറയുകയും പ്രവർത്തിക്കുകയും പ്രക്ഷോഭം നടത്തുകയും ചെയ്യും. അതിപ്പോൾ അതിനകത്ത് ആരും തടയാൻ നോക്കിയിട്ട് കാര്യമില്ല. SNDPO ഒരു സമര സംഘടനയാണ്, സമരം നടത്തിയ പാരമ്പര്യമാണ്. അവർ സമരം നടത്തിയാണ് പാടപ്പുറം മാവയായാലും കുട്ടനാടൻ പാടശേഖരങ്ങളിൽ കർഷക തൊഴിലാളി സംഘടിപ്പിച്ച ആദ്യകാല സംഘടനാ സെക്രട്ടറിയായ TK മാധവനായാലും ഇവരെല്ലാം ആരായിരുന്നു? ഇവിടുത്തെ ഇടതുപക്ഷവും വലതുപക്ഷവും പ്രസ്ഥാനത്തിലുള്ള പാർട്ടികളൊക്കെ എത്രയോ കൊല്ലങ്ങൾക്ക് മുമ്പ് അവരായിട്ടുണ്ടാക്കിയ പ്രസ്ഥാനങ്ങൾ വളർത്തിയെടുത്ത് മേടിച്ചു കൊടുത്ത അവകാശങ്ങളാണ്. അപ്പോൾ ആ പ്രസ്ഥാനത്തിന് പറയാൻ പാടില്ല, ബാക്കി എല്ലാവർക്കും പറയാം. ഈ എല്ലാ വശകനും ചിലക്കാം, എല്ലാ പക്ഷിക്കും ചിലക്കാം, വശകന് മാത്രം ചിലക്കാൻ പാടില്ല എന്ന് പറയുന്നത് ശരിയാണ്. അതുകൊണ്ടൊന്നും ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. നമ്മൾ ശക്തമായി മുമ്പോട്ട് പോയേ പറ്റും. ഇന്ന് പറയുന്നത് കണ്ണ തുറക്കാൻ തുടങ്ങി. ഇന്ന് കണ്ണ തുറന്നാൽ മാത്രം പറയാം. തുറന്ന് പ്രവർത്തിക്കുവാനുള്ള ശക്തി ഇവിടുത്തെ ഇടതുപക്ഷമായാലും വലതുപക്ഷമായാലും അവരെ ഒരു കൂട്ടർ ചിന്തിച്ച് പ്രവർത്തിക്കാൻ തയ്യാറായില്ല എങ്കിൽ അവർക്ക് അതിൻ്റെതായ കടുത്ത ശിക്ഷ ഇവിടുത്തെ ജനം കൊടുക്കുമെന്നുള്ള തിരിച്ചവർക്ക് ഉണ്ടാകണമെങ്കിൽ സമുദായം സംഘടിതരായി ശക്തരായി മുമ്പോട്ട് പോയേ തീരും. കാലഘട്ടം അതിന് ദാഹിക്കുന്നു, ആഗ്രഹിക്കുന്നു. ഇന്നിപ്പോൾ രാഷ്ട്രീയ നേതൃത്വങ്ങൾ അതെല്ലാം മനസ്സിലാക്കുന്നു. ആ മനസ്സിലാക്കുന്ന ഈ കാലഘട്ടത്തിൽ നമ്മളെല്ലാം രാഷ്ട്രീയ ശക്തിയായി. 70,000 മാത്രം കൊള്ളൽ എത്തി പറഞ്ഞിരിക്കുന്നു. ആ ബിഷപ്പ് സുസാഖ് പാക്കിയ പറഞ്ഞു, സമുദായത്തിലുള്ള നമ്മളെല്ലാം എന്ത് അഭിപ്രായ വ്യത്യാസമുണ്ടെങ്കിലും രാഷ്ട്രീയ അഭിപ്രായം ഉണ്ടെങ്കിലും സമുദായത്തിന്റെ കാര്യങ്ങൾ നമ്മൾ ഒറ്റക്കെട്ടായി ഈ 70,000 ലത്തിനും ഒന്നിച്ചു നിൽക്കണമെന്ന് അദ്ദേഹം പ്രഖ്യാപിച്ചപ്പോൾ ഇവിടുത്തെ രാഷ്ട്രീയക്കാരൊന്നും പറഞ്ഞില്ലല്ലോ. അവർ ഒന്നിച്ചെന്നതിന്റെ റിസൾട്ട് കിട്ടിയില്ലേ? കടലോര പ്രദേശത്ത് തെക്ക് വടക്ക് നോക്കൂ, അവർക്ക് എത്ര MLA-മാരുണ്ട്, എത്ര MP ഉണ്ടായിരുന്നു, MP മന്ത്രിമാർ എത്ര ഉണ്ടായിരുന്നു? 70,000 സൃഷ്ടിച്ചത്. നമുക്ക് 31% ഉണ്ടെന്ന് പറയും. നമ്മൾ ഒന്നിച്ചെന്നിരുന്ന നമ്മുടെ സ്ഥിതി എന്തായിരുന്നേനെ? ഓരോ നിയോജകമണ്ഡലത്തിലും നമ്മുടെ സമുദായത്തിൽപ്പെട്ട ഒരു മത്സരിച്ച സ്ഥലങ്ങൾ തന്നെ ഇന്ന് മറ്റുള്ള സമുദായങ്ങൾ ഹൈജാക്ക് ചെയ്തുകൊണ്ട് പോവുകയാണ്. ആരെങ്കിലും വേണ്ടുന്നുണ്ടോ? നമുക്ക് വേണ്ടി ഇതിനകത്ത് പറയാനാണുണ്ടോ? പറഞ്ഞാൽ അവൻ ജാതി പറഞ്ഞു എന്ന് പറഞ്ഞാൽ അവൻ ഒതുങ്ങും. അതുകൊണ്ട് മിണ്ടത്തില്ല. മറ്റുള്ളവർ മേടിച്ചു കൊണ്ടുപോയി വന്ന് കാലപ്പുഴയുടെ സ്ഥിതി തന്നെ വെറും ആലപ്പിഴയായി മാറി. ഇവിടെ രാഷ്ട്രീയപരമായി നോക്കുക, അങ്ങനെ ഒറ്റപ്പെട്ടില്ല നമ്മളെല്ലാം. ഇതിനൊരു മാറ്റം അനിവാര്യമാണ് എന്നുള്ളത് കൊണ്ട് തന്നെയാണ് സംഘടന SNDPO വളരെ ശക്തമായി പ്രവർത്തിച്ച് പറഞ്ഞ് മുമ്പോട്ട് പോകണം. ആരുടെയും വാല വെച്ചൂരായില്ല. സാമൂഹിക സത്യങ്ങൾ തുറന്നു പറയാൻ നമുക്ക് SNDPO യോഗത്തിന്റെ കസേരയിൽ ഞങ്ങൾ ഇരിക്കുമ്പോൾ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം രാഷ്ട്രീയക്കാരുടെ വാലായി ചൂലായി നടക്കാണ്. വാലായി ആട്ടാനോ മറ്റുള്ള ചൂലായി തൂത്തുകളയാനാണ്. ഇവിടുത്തെ സാമൂഹ്യ നീതി നിഷേധിക്കപ്പെട്ട പിന്നോക്ക അധസ്ഥിത വർഗങ്ങൾക്ക് അവകാശങ്ങൾ നേടുവാനുള്ള ഒരു സമര സംഘടനയായി തുടർന്നും ശക്തമായി പോരാടാൻ നമുക്ക് സാധിക്കണം. എന്നാൽ മാത്രമേ ജനാധിപത്യത്തിൽ സാമൂഹ്യ നീതി നമുക്ക് നേടാൻ സാധിക്കൂ. മറ്റുള്ളവരുടെ അവകാശം നമുക്ക് പിടിച്ചു വരില്ല. അവർക്ക് കൊടുക്കണ പോലെ തന്നെ ജനസംഖ്യ ആനുപാതികമായ എല്ലാ അധികാരങ്ങളും രാഷ്ട്രീയ നീതി
രാഷ്ട്രീയത്തിൽ എന്താണ് അധികാരമാണ്? സഹോദരൻ ഇവൻ പറഞ്ഞില്ലേ, അഞ്ചൽ ശിപായിക്ക് കൊണ്ട് അരക്കഴിഞ്ച് അധികാരം. അധികാരത്തിലുള്ള പങ്കാളിത്തം വേണം. നിങ്ങളൊക്കെ വോട്ട് ചെയ്തോ, ഞങ്ങൾ ഭരിച്ചോളാം എന്ന് പറഞ്ഞാൽ അതാണോ മര്യാദ? അപ്പം നമ്മൾ അടിയാൻ പഴയ രാജവാഴ്ച സംസ്കാരം ഇന്നിപ്പോ വന്നിരിക്കുകയാണ്. ജനാധിപത്യം പോയില്ലേ ഇവിടെ പോയിട്ട് ഇപ്പൊ പഴയ രാജവാഴ്ച സംസ്കാരം വന്നിരിക്കുന്നത്. ഈ സംസ്കാരം മാറ്റിയിട്ടൊരു ജനാധിപത്യം ഇവിടെ വരണം. അതുകൊണ്ട് രാഷ്ട്രീയ അധികാരം ലഭിക്കണം, വിദ്യാഭ്യാസ നീതി ലഭിക്കണം, സാമ്പത്തിക നീതി ലഭിക്കണം. ഇതെല്ലാം ഈ സമുദായത്തിന് അർഹതപ്പെട്ടത് കിട്ടുവാൻ വേണ്ടിയിട്ടാണ് സമുദായത്തെ കൂടുതൽ സജീവമായി മുമ്പോട്ട് പോകുന്നത്. നിങ്ങളൊന്ന് ആലോചിക്കും, കല്ല് പരിച്ച് പോലും ശാഖാപ്രവർത്തകർക്കോ വനിതകൾക്കോ ഇതൊക്കെ ഒന്നും കിട്ടിയിട്ടുണ്ടോ? ഞാൻ വന്നതിൽ പിന്നെ ഒരുപാട് അതിശയങ്ങളൊന്നും സൃഷ്ടിക്കാൻ സാധിക്കില്ല. 4200 കോടി രൂപ ഈ പെണ്ണുങ്ങളുടെ കയ്യിൽ വഴി വിതരണം നടത്താൻ സാധിച്ചുവെങ്കിൽ അത് സംഘടനാപരമായ ഒരു വളർച്ചയല്ലേ? അത്രയൊക്കെ വരെ സാധിച്ചില്ലേ? ഒന്നുമില്ല, ഈഴവനെന്ന് പറയാൻ മടിയായിരുന്നു. നിങ്ങൾക്ക് ഈഴവത്തി പറ്റ ഈഴവനാണെന്ന് പറയാനുള്ള തൻ്റെ ഇടമെങ്കിലും ഒരു പരിധി വരെ ഉണ്ടാക്കാൻ നമുക്ക് സാധിച്ചില്ലേ? നമ്മൾ വലുതായ കൂട്ടായ്മ ഉണ്ടായില്ലെങ്കിലും ഇത് കൂട്ടായിട്ട് നിൽക്കുന്നു എന്നും ഒരു തോന്നലും ഈഴവനാണ് എന്ന് പറയേണ്ടതിന്റെ ആവശ്യതയെപ്പറ്റി ബോധവൽക്കരിക്കാനെങ്കിലും എല്ലാ രാഷ്ട്രീയ പ്രതിബന്ധങ്ങൾക്ക് ഇടയിലും ഇത് പ്രചരിപ്പിച്ച് നിങ്ങൾ അത് ഉൾക്കൊള്ളാൻ തയ്യാറായ വർത്തമാനകാല പ്രവർത്തനത്തെ എല്ലാം വിലയിരുത്തി ഇനിയും നമുക്ക് കൂടുതൽ കാലം സഞ്ചരിക്കേണ്ടതുണ്ട്. ഇതെല്ലാം ഇപ്പോൾ ഏറ്റവും നല്ല നിശ്ചയകാലമാണ്. എല്ലാവരും ക്ഷീണിതരാണ്. ഈ സമയം SNDP യോഗത്തിന്റെ പ്രസക്തി നമ്മൾ കാണിക്കേണ്ടതാണ്. അധികാരം അധസ്സിൽ നിന്നും എത്തിക്കുവാനുള്ള കൂട്ടായ്മയാണ് വർത്തമാനകാലത്ത് അനിവാര്യമെന്ന് അപേക്ഷിച്ചുകൊണ്ടും നിങ്ങളെല്ലാം കാണാൻ വന്ന കാര്യം ആദ്യം പറഞ്ഞു. അപ്പോൾ അവസാനമായി ഒന്നുകൂടെ പറയുകയാണ്, ഞങ്ങളെല്ലാം ഒരു പാല് ഇവന്മാർ കേസ് കൊടുക്കില്ല എങ്കിൽ തെരഞ്ഞെടുപ്പ് നടന്നാൽ ഒരു ഔദ്യോഗിക പാൽ വയ്ക്കും. നിങ്ങളെ വിലയേറിയ വോട്ട് ആഗസ്റ്റ് 9 ഇന്നേ ദിവസം തന്നെ 9-ാം തീയതി ഒരു ദിവസമായി കണക്കാക്കി കലണ്ടറിൽ കുറിച്ച് കൊല്ലത്തേക്ക് ഓണം എന്ന് കലണ്ടറിൽ എഴുതി അതിനുള്ള സമയക്രമം ഉണ്ടാക്കി നിങ്ങൾ അഹമികയെ മറ്റുള്ളവരെയും പ്രേരിപ്പിച്ചും വന്ന് ഞങ്ങളെല്ലാവരെയും പാലിൽ വോട്ട് ചെയ്ത് വിജയിപ്പിക്കണമെന്ന് ഞാൻ അപേക്ഷിക്കുകയാണ്. നിങ്ങളുടെ വിലയേറിയ വോട്ട് വീണ്ടും അഭ്യർത്ഥിക്കുന്നു. ഈ ഔദ്യോഗിക പാലിൽ നൽകണം എന്ന് അപേക്ഷിക്കുന്നതോടൊപ്പം ഒരു സുഹൃത്തിനൊരു സംശയം, യോഗ ഓഫീസ് എന്തായാലും യോഗ ഓഫീസ് പണിതുകൊണ്ടിരിക്കുകയാണ്. 2.25 കോടി രൂപയ്ക്ക് ടെൻഡർ കൊടുത്തു. അതിൻ്റെ 3/4 ഭാഗം തീർന്നിട്ടുണ്ട്. ഇനി 1 കോടി രൂപയോളം അതിൻ്റെ സിവിൽ വർക്ക് അല്ലാത്തതിന് കൂടെ പണി ചെയ്ത് തീർക്കേണ്ടതുണ്ട്. അതുകൊണ്ട് വളരെ ദ്രുതഗതിയിൽ SNDP യോഗം ഓഫീസ് കൊല്ലത്ത് പണിതുകൊണ്ടിരിക്കുന്നു. തീരുമ്പോൾ ഏതാണ്ട് 3-3.25 കോടി രൂപ ചെലവാകും. അവിടെ ഈ യോഗ ഓഫീസ് പണിയുന്നില്ലെന്നോ നടക്കുന്നില്ലെന്നോ ആരോ ധരിച്ചുപോയി എനിക്ക് തോന്നുന്നു. ഏതായാലും യോഗ ഓഫീസ് ഭംഗിയായി അവിടെ പണിതുകൊണ്ട് പുതിയ മോഡേൺ സ്റ്റൈൽ, അതായത് പഴയ പഴമ നിലനിർത്തിക്കൊണ്ടുള്ള മോഡേൺ സ്റ്റൈലല്ല, പഴമ നിലനിർത്തിക്കൊണ്ടുള്ള ഒരു സ്റ്റൈലിൽ പുതിയ ഒരു ആർക്കിടെക്റ്റിന്റെ ഭാവനയിൽ ഉള്ള പണി ദ്രുതഗതിയിൽ നടന്നുകൊണ്ടിരിക്കുന്നു. അത് സിവിൽ വർക്ക് മാത്രം 2.25 കോടിയാണ്. ഇനി അകത്തുള്ളതിന് 1 കോടിയോളം രൂപ വേണം. ഇലക്ഷന് മുമ്പ് തന്നെ അവിടെ വെച്ച് തീർക്കണമെന്ന് ഞങ്ങൾ ശ്രമിച്ചെങ്കിലും മഴയും എടുത്ത കോൺട്രാക്ടർക്ക് ഒരു അസുഖപ്പെട്ട് കുറേ നാൾ വിവാദം വന്ന് കടന്നുപോയതുകൊണ്ടും വിചാരിച്ച സമയത്ത് തീർത്തില്ല. ഇപ്പൊ വന്ന് തീർക്കുന്നുണ്ട്. ഇപ്പോഴും ഇലക്ഷൻ ഓഫീസും യോഗവും സാങ്കേതികമായി നടക്കുന്നത് അവിടെയാണ് എന്നുകൂടി അറിയിച്ചുകൊണ്ട് ഇത്രയും നിറഞ്ഞ സദസ്സ് നിങ്ങളെല്ലാം സാന്നിധ്യം ഞങ്ങളെ വിജയിപ്പിക്കുന്നുള്ള ഉറപ്പാണെന്ന് എനിക്കറിയാം. ഇത്രയും കൊല്ലം ഒരുപാട് പിന്തുണ തന്നിട്ടുണ്ട്. തുടർന്നും നിങ്ങളെല്ലാം സഹകരണവും സഹായം ഉണ്ടാകണമെന്ന് വീണ്ടും അപേക്ഷിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം. ബഹുമാനപ്പെട്ട വൈസ് പ്രസിഡന്റ് ശ്രീ തുഷാർ വെള്ളാപ്പള്ളി അവർ നിങ്ങളോട് അഭിസംബോധന ചെയ്യുന്നു. ബഹുമാനപ്പെട്ട അധ്യക്ഷൻ
പ്രിയപ്പെട്ട ഉദ്ഘാടകൻ SNDP യോഗത്തിന്റെ ജനറൽ സെക്രട്ടറി പ്രിയപ്പെട്ട അരേഖണ്ഡി സന്തോഷ്, മറ്റ് വേദിയിലുള്ള യൂണിയന്റെയും യൂത്ത് മൂവ്മെന്റിന്റെയും വനിതാ സംഘത്തിന്റെയും നേതാക്കളെ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വൈകിയ വേളയിൽ ഒരു ദീർഘമായ പ്രസംഗത്തിന് ഞാൻ മുതിരുന്നില്ല. ഇന്നത്തെ മീറ്റിംഗിന്റെ ഉദ്ദേശത്തെക്കുറിച്ച് ജനറൽ സെക്രട്ടറി തന്നെ ഇവിടെ പറഞ്ഞിരിക്കുകയാണ്. കഴിഞ്ഞ SNDP യോഗ ഇലക്ഷനെ കുറിച്ച് നമുക്കൊക്കെ അറിയാവുന്നതാണ്. അന്ന് SNDP യോഗത്തിൽ ഇലക്ഷൻ നടന്നപ്പോൾ അവിടെ അനാവശ്യമായിട്ടുള്ള ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിട്ട് പോലും 95% വോട്ട് നൽകിയാണ് SNDP യോഗത്തിന്റെ യോഗവാർഷിക പ്രതിനിധികൾ അന്ന് SNDP യോഗത്തിന്റെ ഒഫീഷ്യൽ പാനലിനെ, ഔദ്യോഗിക പാനലിനെ വിജയിപ്പിക്കുകയുണ്ടായത്. ഈ പ്രാവശ്യം ദയവായി കഴിഞ്ഞ പ്രാവശ്യം 95% വോട്ടാണ് വോട്ട് നൽകി വിജയിപ്പിച്ചതെങ്കിൽ ഇപ്രാവശ്യം 100% വോട്ട് നൽകി വിജയിപ്പിക്കണം എന്ന് ആദ്യമായി നിങ്ങളെല്ലാം അഭ്യർത്ഥിക്കുകയാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ പ്രാവശ്യത്തെ പോലുള്ള സംഭവങ്ങൾ ഒരുപാട് നിർഭാഗ്യകരമാണ്. അവിടെ വന്ന് ഇങ്ങനെ ഉണ്ടാകുന്ന ചെറിയ പ്രശ്നങ്ങൾ നമ്മൾ അന്ന് കണ്ടതാണ്. അവിടുത്തെ പല ആളുകളും അന്ന് അവിടെ പ്രശ്നമുണ്ടാക്കിയവർ ബഹുഭൂരിപക്ഷവും നമ്മുടെ സമുദായത്തിൽപ്പെടുന്ന ആളുകൾ പോലുമല്ല. അവിടെ ഒരു പാനൽ വെച്ചിട്ട് ആ പാനലിൽ അവിടെ ഇലക്ഷൻ ബൂത്തിൽ പോലും ഇരിക്കാനുള്ള ഒരാൾ പോലും നമ്മുടെ യോഗകാർഷിക പ്രതിനിധികളായി അവിടെ ഉണ്ടായിരുന്നില്ല. സത്യാവസ്ഥയിൽ നമ്മൾ കണ്ടവരാണ്. പക്ഷേ മറ്റുള്ള സമുദായത്തിലുള്ള പല പണം കൊടുത്തുകൊണ്ട് പല ആളുകളെയും അവിടെ കൊണ്ടുവന്ന് പ്രശ്നങ്ങൾ ഉണ്ടാക്കുവാനൊക്കെ പലരും ശ്രമിച്ചതും അത് മാധ്യമങ്ങളിൽ വലുതായി വരുന്നതൊക്കെ നമ്മൾ കണ്ടു. അത് നമ്മളെ സംബന്ധിച്ചോളം, നമ്മുടെ സമുദായത്തെ സംബന്ധിച്ചോളം വലിയ അപകടങ്ങളുണ്ട്. സത്യാവസ്ഥ നമ്മൾ തിരിച്ചറിയണം. ഈ ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർ മറ്റുള്ള ആളുകളുടെ പല രാഷ്ട്രീയ സാമുദായിക ആളുകളുടെ സഹായങ്ങൾ കൊണ്ട് പല പ്രശ്നങ്ങൾ സമുദായത്തിൽ ഉണ്ട് എന്ന് തെളിയിക്കുവാൻ അല്ലെങ്കിൽ കാണിക്കുവാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ പല ദിക്കിൽ നിന്ന് നടക്കുന്ന കാര്യം നമുക്കറിയാവുന്നതാണ്. മാധ്യമങ്ങളിൽ പോലും എങ്ങനെയൊക്കെ SNDP യോഗത്തിന്റെ പ്രവർത്തനത്തെ വളച്ചൊടിക്കുവാൻ കഴിയുമോ അതിന്റെ പരമാവധി വളച്ചൊടിക്കുന്നതൊക്കെ ഈ കാലഘട്ടത്തിൽ കണ്ടിട്ടുള്ളതാണ്. ചെറുതായി SNDP യോഗത്തിന്റെ കഴിഞ്ഞ ഏതാണ്ട് 10-18 വർഷക്കാലത്തെ പ്രവർത്തനം ചെറുതായി കണക്കിലൂടെ നമ്മളൊന്ന് മനസ്സിലാക്കിയിരിക്കേണ്ടത് ഈ കാലഘട്ടത്തിന്റെ ആവശ്യമാണ്. ഇന്നത്തെ യോഗ നേതൃത്വം അധികാരത്തിൽ വന്ന ശേഷം ഏതാണ്ട് ഈ ഒരു 10 കൊണ്ട് ഒരു 100 കൊണ്ട് സംഘടനാപരമായും അതുപോലെ തന്നെ വിദ്യാഭ്യാസപരമായും വ്യാവസായികമായും നമ്മുടെ സംഘടനയ്ക്ക് വളരാൻ കഴിഞ്ഞതിനേക്കാൾ എത്രയോ കൂടുതൽ കഴിഞ്ഞ ഒരു 10 കൊണ്ട് വളരുവാൻ കഴിഞ്ഞു എന്ന് നമ്മൾ കണക്കുകളെടുത്ത് പരിശോധിച്ചാൽ മനസ്സിലാക്കാൻ കഴിയും. ഏതാണ്ട് 3400-ൽ പരം ശാഖകളായിരുന്നു ഇന്നത്തെ യോഗ നേതൃത്വം വരുന്നതിന് മുമ്പുള്ള അന്നത്തെ ആ കാലഘട്ടത്തിൽ നമുക്കുണ്ടായിരുന്നു. ഇതേ ഹാളിൽ വെച്ചാണ് അന്നത്തെ SNDP യോഗത്തിന്റെ ഔദ്യോഗിക പാനൽ മത്സരിക്കുവാൻ വേണ്ടി പോകുന്ന അന്നത്തെ നമ്മുടെ പ്രതാപ് സിംഗ് സാർ പ്രസിഡന്റായിട്ടും വൈസ് പ്രസിഡന്റായി പിന്നെ വിദ്യാസാഗർ ഏട്ടനും ജനറൽ സെക്രട്ടറിയായി SNDP യോഗത്തിന്റെ ഇന്നത്തെ ജനറൽ സെക്രട്ടറിയും ഒക്കെയായി ഒരു പാനൽ അന്ന് ഡിക്ലെയർ ചെയ്യുകയുണ്ടായിരുന്നു. അതിനുശേഷം ഇന്ന് 18 വർഷക്കാലം കഴിഞ്ഞു നിൽക്കുമ്പോൾ വിദ്യാഭ്യാസപരമായി നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള വളർച്ച, സംഘടനാപരമായി ഉണ്ടാക്കിയിട്ടുള്ള വളർച്ച, അതുപോലെ തന്നെ വ്യവസായം കൊണ്ട് നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള വളർച്ച എന്ന് പറയുന്നത് ഒരു 100 കൊണ്ട് നമ്മുടെ സംഘടനയ്ക്ക് വളരാൻ കഴിഞ്ഞതിനേക്കാൾ എത്രയോ കൂടുതലുണ്ട് നമ്മൾ തിരിച്ചറിയണം. അതായത് വെറും 3400 ശാഖകൾ ഉണ്ടായിരുന്ന 52ഓളം യൂണിയനുകൾ ഉണ്ടായിരുന്ന SNDP യോഗത്തിന് ഇന്ന് 138 യൂണിയനുകളും ഏതാണ്ട് 6500ഓളം ശാഖകളും അതുപോലെ തന്നെ 78,000ഓളം മൈക്രോ യൂണിറ്റുകളും 36,000ഓളം കുടുംബ യൂണിറ്റുകളുമായി ഇന്ന് കേരളത്തിൽ ഏതാണ്ട് 2.5-3 ലക്ഷത്തോളം മീറ്റിംഗുകൾ നടക്കുന്ന മഹാപ്രസ്ഥാനമായി SNDP യോഗത്തിന് ഈ കാലയളവിൽ വളരാൻ കഴിയും. അതുപോലെ മലബാർ സംഗമം ഉൾപ്പെടെ മലബാർ പ്രദേശങ്ങളിൽ ആ കാലഘട്ടത്തിൽ സംഘടനാ പ്രവർത്തനം നിർജ്ജീവമായിരുന്നുവെങ്കിൽ ഇന്ന് കേരളത്തിന്റെ അങ്ങോളം ഇങ്ങോളം എവിടെ അല്ലെങ്കിൽ കേരളത്തിന് പുറത്തും ഇന്ത്യക്ക് പുറത്തും എവിടെയൊക്കെ ഈഴവനും തീയനുമുണ്ടോ അവിടെ എല്ലാം നമ്മുടെ ശാഖകളും യൂണിയനും വളരെ സജീവമായി പ്രവർത്തിക്കുന്ന ഒരു കാലഘട്ടത്തിൽ സംഘടനാ പ്രവർത്തനം നടത്തുന്നവരാണ് നമ്മളൊക്കെ. ഗുരുദേവൻ SNDP യോഗം സ്ഥാപിക്കുന്ന സമയത്ത് തന്നെ പറയുന്നുണ്ട്, കടപ്പുറത്തെ മണ്ണ് പോലെയാണ് ഈ സമുദായം. ആ ഗുരുദേവൻ തന്നെ പറയുന്നുണ്ട് 100 വർഷം കഴിയുമ്പോൾ നമ്മുടെ യോഗം നന്നാകും എന്ന ഗുരുദേവന്റെ അനുഗ്രഹമുള്ള നാളുകളിൽ സംഘടനാ പ്രവർത്തനം നടത്തുന്നവരാണ് നമ്മളൊക്കെ. ഇന്ന് ഗുരുദേവന്റെ അനുഗ്രഹം ഉള്ളതുകൊണ്ട് തന്നെ സംഘടനാപരമായി ഇത്രയും കൂടുതൽ വളർച്ച കേരളത്തിലോ അല്ലെങ്കിൽ ഇന്ത്യയിൽ തന്നെ മറ്റൊരു സാമുദായിക രാഷ്ട്രീയ കക്ഷികൾക്കോ പറയാൻ പറ്റാത്തത്ര വലിയ വളർച്ച നമുക്ക് ഈ കാലഘട്ടത്തിൽ സംഘടനാപരമായി ഉണ്ടാക്കിയെടുക്കുവാൻ കഴിയും. അതുകൊണ്ട് തന്നെയാണ് മലബാറിലും എറണാകുളത്തും തിരുവനന്തപുരത്തും എല്ലാം
ഈ സമ്മേളനങ്ങൾ മുഴുവൻ നടന്നപ്പോൾ 1 രൂപ പോലും ഗുരുദേവനാണ് സത്യം ഞാൻ പിരിച്ചു കൊടുത്തിട്ടല്ല ഈ സമ്മേളനത്തിൽ ഇത്രയും ലക്ഷം ആളുകൾ വന്നത് എന്ന സത്യാവസ്ഥ നമ്മൾ മനസ്സിലാക്കണം. ഇന്ന് കേരളത്തിലെ ഒരു രാഷ്ട്രീയ പാർട്ടിക്കും ഒരു സമുദായ കക്ഷികൾക്കും അല്ലെങ്കിൽ സംഘടനകൾക്കും നടത്താൻ പറ്റാത്തത്ര വലിയ സമ്മേളനങ്ങൾ നമുക്ക് നടത്തുവാൻ കഴിഞ്ഞത് മലബാറിലുള്ള അല്ലെങ്കിൽ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള നമ്മുടെ സമുദായത്തിലെ അംഗങ്ങൾക്ക് SNDP യോഗത്തിന്റെ പ്രാധാന്യം മനസ്സിലാക്കുകയും സമുദായത്തോടൊപ്പം നിന്നില്ല എങ്കിൽ നാളുകളിൽ ഉണ്ടാകാൻ വേണ്ടി പോകുന്ന അപകടം തിരിച്ചറിഞ്ഞ നമ്മുടെ സഹോദരങ്ങളാണ് ഇന്ന് സജീവമായി സംഘടനയിലേക്ക് കടന്നു വന്നിട്ടുള്ളത്. അതുപോലെ വിദ്യാഭ്യാസ മേഖലയിൽ മന്മഥൻ വളരെ വിശദമായി തന്നെ ഇവിടെ പറയുകയുണ്ടായി. വിദ്യാഭ്യാസ മേഖലയിൽ വിപ്ലവകരമായിട്ടുള്ള വലിയ മാറ്റങ്ങൾ SNDP യോഗത്തിന്റെയും SNTRUSറ്റിന്റെയും നേതൃത്വത്തിൽ ഉണ്ടായിരുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ ഇരട്ടിക്ക് മുകളിൽ, അതുകൂടാതെ ശാഖകളുടെയും യൂണിന്റെയും അതുപോലെ തന്നെ സാമ്പത്തികമായി മുന്നോക്കം നിൽക്കുന്ന ആളുകളെയൊക്കെ കൂട്ടുപിടിച്ചുകൊണ്ട് മറ്റ് പല ട്രസ്റ്റുകൾ ഉണ്ടാക്കിക്കൊണ്ടൊക്കെ പുതിയ പുതിയ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഒരുപാട് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം നമുക്ക് സ്ഥാപിക്കുവാൻ കഴിഞ്ഞു. അതുപോലെ തന്നെ വ്യാവസായികമായി ഒന്നും തന്നെ ചെയ്യാൻ പറ്റാതിരുന്ന ഒരു കാലഘട്ടത്തിൽ നിന്ന് ഇന്ന് ഏതാണ്ട് 4500 കോടി രൂപയോളം മൈക്രോ ഫൈനാൻസ് വിതരണം ചെയ്യുവാൻ നമുക്ക് കഴിയുകയുണ്ടായി. അതുപോലെ തന്നെ ചെറുകിട വ്യവസായം തുടങ്ങുവാനുള്ള ചെറുപ്പക്കാർക്ക് തൊഴിൽ സൗകര്യങ്ങൾ, അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. വരുന്ന SNDP യോഗത്തിന്റെ ഇലക്ഷൻ എന്ന് പറയുമ്പോൾ വളരെയധികം പ്രാധാന്യമുള്ള ഒരു ദിവസമാണ് എന്നുള്ള സത്യാവസ്ഥ മനസ്സിലായിക്കൊണ്ട് മുഴുവൻ SNDP യോഗത്തിന്റെ യോഗ വാർഷിക പ്രതിനിധികൾ എല്ലാവരും SNDP യോഗത്തിന്റെ ഔദ്യോഗിക പാനലിനെ വിജയിപ്പിക്കുന്നതിന് വേണ്ടി അവിടെ എത്തി എല്ലാ വോട്ടും 100% വോട്ടും SNDP യോഗത്തിന്റെ ഔദ്യോഗിക പാനലിൽ നൽകി വിജയിപ്പിക്കണം എന്ന് ഒരിക്കൽ കൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് നിങ്ങളൊക്കെ വരുമ്പോൾ എല്ലാവരുടെ കയ്യിലും കൃത്യമായി ദയവായി ID കാർഡ് ഏതെങ്കിലും